എല്ലാവരും ഒരു നാട്ട ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. ഇങ്ങനൊരു മൂവിനകത്ത് വന്ന് നിൽക്കാൻ ദൈവം ഒരുക്കിയ ദൈവത്തിൻ്റെ സമയത്തിനും ദൈവത്തിൻ്റെ ടൈമിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തലമുറയിൽ ജാതികളുടെ നടുവിൽ അല്ലെങ്കിൽ ഒരു വലിയ ജനറേഷനെ കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിൻ്റെ നിയോഗത്താൽ ദൈവം നിർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ദൈവസഭ, ദൈവമക്കൾ, ശ്രീതഭാഷ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ കൂട്ടായ്മയ്ക്കകത്തേക്ക് കർത്തൃദാസൻ എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ എൻ്റെ അകത്തൊരു പ്രവാചക ശബ്ദം എൻ്റെ അകത്ത് ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന സെക്കൻഡ് മുതൽ ഈ വർഷിപ്പ് ചെയ്ത അഭിഷക്തൻ കൂടെ കൂടെ പറയുന്നൊരു പദം ഉണ്ടായിരുന്നു: ശേഷിച്ചു, ശേഷിച്ചു, ശേഷിച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അതെന്താ അങ്ങനെ ആ മനുഷ്യൻ ആരാധനയിടയ്ക്ക് അങ്ങനെ ഒരു പദം എന്തിനാ പറയുന്നേ? ഞാൻ ലാസ്റ്റ് മൂമെന്റിൽ ഞാൻ വാച്ച് ചെയ്തു. അദ്ദേഹം പറഞ്ഞൊരു പദമുണ്ട്: ശേഷിപ്പിച്ചു, നമ്മളെ ദൈവം ശേഷിപ്പിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ ആ നിയോഗത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ. യെശയ്യാപ്രവചനം 6-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ ചില പദങ്ങൾ ഞാൻ ശബ്ദമുയർത്തി വായിക്കാം. യെശയ്യാപ്രവചനം 6-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ ചില പദങ്ങൾ: എങ്കിലും കരിമരവും കരുവേലകവും വെട്ടിയാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. ഞാൻ ആ ദൈവമനുഷ്യൻ കയറി നിന്ന് അതേ ആത്മാവിൽ ആ വാക്കിനെ പിടിച്ച് ഇന്ന് ഇതിനകത്തുള്ള ആരോടൊക്കെയോ ദൈവത്തിന് എന്തൊക്കെ ഇടപെടാനുള്ളത് കൊണ്ട് ഞാൻ ആ ദൂതിലേക്ക് പോകാൻ പോകുകയാണ്. അഭിഷക്തൻ പറഞ്ഞതുപോലെ സ്വത്രത്തോടെ പ്രാർത്ഥനയോടെ ഇതിനെ നടുവിലായിരിക്കണം. കാരണം ദൈവത്തിൽ നിന്ന് വരുന്നതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അഭിഷക്തൻ പറഞ്ഞൊരു പദം എനിക്ക് ഇഷ്ടപ്പെട്ടു. മെലീത്തയുടെ നിയന്ത്രണം അണലിയായിരുന്നു, പക്ഷെ ദ്വീപിനകത്ത് അഭിഷേകം കാലി വെച്ചപ്പം നിയന്ത്രണം മുഴുവൻ അഭിഷേകത്തിന്റെ കയ്യിലായി. ഇന്ന് പകലിലും ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവിന് എന്തൊക്കെയോ പറയാനുണ്ട്. ഇന്നലെ വരെ നിയന്ത്രണം പലതിനായിരിക്കാം, പക്ഷെ നീ കാലുകുത്തുന്ന സെക്കൻഡ് മുതൽ നിയന്ത്രണം അഭിഷേകം ഏറ്റെടുക്കാൻ പോകുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രസംഗിച്ച സ്ഥലങ്ങളിൽ പറഞ്ഞൊരു പദമുണ്ട്: ഇനിയുള്ള നാളുകളിൽ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് അഭിഷേകമായിരിക്കും. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിന്റെ നടുവിലിരിപ്പുണ്ട്? ഇന്ന് പകലിലും ഞാൻ ആത്മാവിലൊരു ദൂത് വിളിച്ചു പറയാം: കാര്യങ്ങളെ അഭിഷേകം തീരുമാനിക്കാൻ പോകുകയാ. കാര്യങ്ങൾക്ക് തീരുമാനം അഭിഷേകം എടുക്കാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ കാര്യം അഭിഷേകം തീരുമാനിക്കും. നിന്റെ ദേശത്തിന്റെ കാര്യം അഭിഷേകം തീരുമാനിക്കും. നിന്റെ തലമുറയുടെ കാര്യം അഭിഷേകം തീരുമാനിക്കും. ഇന്ന് പകലിലും മൂവ് ചെയ്യുന്ന ദൈവസഭയോട് ഞാൻ ആത്മാവിലൊരു ദൂത് വിളിച്ചു പറയാം: ഇനിയുള്ള ദിനങ്ങളിൽ അഭിഷേകം കാര്യങ്ങളെ തീരുമാനിക്കും. അതുകൊണ്ടാ ഇന്ന് ഇതിനകത്ത് ഞാൻ ആ വർഷിപ്പ് ചെയ്ത ദൈവമനുഷ്യൻ പറഞ്ഞ വചനത്തെ പിടിച്ചോണ്ട് ഞാൻ കയറുകയാ. വെട്ടിയാലും ശേഷിക്കുന്ന ഒരു തലമുറ ഇന്ന് പകലിൽ ഇതിനകത്ത് എഴുന്നേറ്റ് വരും. ഞാൻ ആത്മാവിൽ അത് വീണ്ടും പറയുന്നു: നിന്നെ വെട്ടിയാലും നീ ശേഷിക്കാൻ പോകുകയാ. താങ്ക് യു ജീസസ്, മൈറ്റി നെയിം ഓഫ് ജീസസ്. എനിക്കറിയില്ല, എൻ്റെ അകത്ത് ഒരു കണക്ഷൻ വരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പോകാൻ പോകുകയാണ്. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 7, 8, 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പദമുണ്ട്: ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അടുത്ത പദം: അതിന്റെ വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ അത് തിരിച്ചു വരും. എനിക്കറിയില്ല, ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഏതൊക്കെയോ കുടുംബത്തോട് ദൈവത്തിന് പറയാൻ ഒരു ദൂതുണ്ട്: നിന്നെ വെട്ടിയാൽ നീ ശേഷിക്കും. നീ ശേഷിച്ചാൽ നീ പൊട്ടിക്കിളിർക്കോ. നീ പൊട്ടിക്കിളിർക്കുക മാത്രമല്ല,
പഴകിപ്പോയാലും കെട്ടുപോയാലും ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം. ആരൊക്കെയോ പഴകിപ്പോയ ചിലത്, കെട്ടുപോയ ചിലത്, വെട്ടേറ്റ ചിലത് ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ എനിക്കറിയില്ല, ഇന്ന് പകലിൽ ചില ശരീരങ്ങൾ, വെട്ടുവീണ ശരീരങ്ങൾ, കത്തി വീണ ശരീരങ്ങൾ, മുറിയപ്പെട്ട ശരീരങ്ങൾ ഇന്ന് പകലിൽ പൊട്ടി കിളിർക്കുന്ന ഒരു അഭിഷേകം ഇതിനകത്ത് ചലിക്കുന്നുണ്ടെന്ന് ഈ പകലിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ നീ ആ ദൂതിനെ റിസീവ് ചെയ്തോ. കരിമരവും കരിവേലകവും വെട്ടിയാൽ കുറ്റി ശേഷിക്കുമെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്നെ വെട്ടിയാൽ നീ ശേഷിക്കാൻ പോകുക. കാരണം നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുള്ളത് കൊണ്ട് ഇന്ന് പകലിൽ എന്റെ ദൈവം ഇതിനകത്ത് ഇടപെടുന്നു. വെട്ടുകൊണ്ട ചില കുറ്റികൾ ഈ പകലിൽ പൊട്ടിക്കിളിക്കാൻ പോകുക. ഇന്ന് പകലിൽ ദൈവസഭ പ്രാർത്ഥിക്കണേ, ദൈവസഭ പ്രാർത്ഥിക്കണേ. ഇതൊരു പ്രസംഗമല്ല, ഇതൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജാ, പ്രൊഫറ്റിക്കൽ മെസ്സേജാ. ഇന്ന് പകലിൽ വെട്ടുകൊണ്ട ചില കുറ്റികൾ ഇതിനകത്ത് പൊട്ടിക്കിളിർക്കും. ഞാൻ ആ പദം പറഞ്ഞ് നിങ്ങളെ ഒരു ചെറിയ ദൂതിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ പോകുകയാണ്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ദൂതിൻ്റെ കൂടെ വരണം. ഞാൻ സത്യത്തിൽ ഇവിടെ സെക്കൻഡ് ജേണി എന്ന് പറഞ്ഞൊരു മെസ്സേജ് പ്രസംഗിക്കാനാണ് ഞാൻ റെഡി ആയിരുന്നത്. പക്ഷേ ദൈവം എനിക്ക് ആ മനുഷ്യൻ കൂടെ കൂടെ അത് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് ഇതാണ് ഇവിടെ പറയണ്ടേ. അതുകൊണ്ട് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോടെല്ലാം ഞാൻ പറയാം, നിങ്ങളൊരു ശേഷിപ്പാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്? നീ ഒരു ശേഷിപ്പായതുകൊണ്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. വെട്ടുകൊള്ളാഞ്ഞിട്ടല്ല, പേര് മായാഞ്ഞിട്ടല്ല, കെട്ടുപോകാഞ്ഞിട്ടല്ല, എന്തോ നീ ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഇതിനകത്തിരിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് പദം പറഞ്ഞ ദൂതിലേക്ക് കയറാം. നിങ്ങളുടെ മുൻപിൽ വരുന്ന അഭിഷക്തൻ ഒരു പ്രവാചക ശബ്ദമാണ്. ഒരു പ്രവാചക അനോയിന്റിങ്ങിൽ നിൽക്കുന്ന ഒരു ദൈവ മനുഷ്യൻ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം കൊണ്ടുവരുന്ന വചനം ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആയിരിക്കും. നിങ്ങളുടെ മുൻപിലേക്ക് വെളിപ്പെട്ടു വരുന്ന ദൈവവചനത്തിന്റെ പുറകിലെ ദൈവിക ഉദ്ദേശത്തെ നിങ്ങൾ ക്യാച്ച് ചെയ്യണം. ഒരു ദൈവവചനം വെളിപ്പെട്ട് വരുമ്പോൾ ആ ദൈവവചനത്തിന്റെ പുറകിലുള്ള ദൈവിക ഉദ്ദേശത്തെ പിടിക്കണം. ഞാൻ ഉറപ്പുവരാം, ദൈവമനുഷ്യനെ ഇരുത്തി ഞാൻ പറയുന്നു, 1000 പേര് വന്ന 1000 പേരോട് ഈ മനുഷ്യന് ദൂത് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അതരത്തിൽ നിന്ന് വരുന്ന പ്രവാചക ശബ്ദത്തിലൂടെ വരുന്ന ആ വചനം നിന്റെ കുടുംബത്തോടുള്ള പ്രവചന ശബ്ദമാണ്. അന്നേരം വരുന്ന വചനത്തിന്റെ പുറകിലെ ദൈവിക ഉദ്ദേശത്തെ പിടിക്കണം ആദ്യം. അഭിഷക്തന്റെ അതിരത്തിൽ നിന്ന് വരുന്ന വചനം അതൊരു പ്രവാചക ശബ്ദമാണോ? ഇന്ന് വരുന്നത് ഒരു പ്രവചന ശബ്ദമാണെങ്കിൽ അതിനെ പിടിക്കണം. അതല്ല, ചില ദൈവിക വചനങ്ങൾ യുദ്ധത്തിന് നിന്നെ ഒരുക്കുന്നതാ. ചില ദൈവിക വചനങ്ങൾ ചില വിഷയത്തിന് നടുവിൽ നിന്നെ പരിച പോലെ നിർത്തുന്നതാ. ചില ദൈവിക വചനങ്ങൾ നീ ചിലതിനെ വെട്ടിപ്പിടിക്കാനുള്ളതാ. ചില ദൈവിക വചനങ്ങൾ നിനക്കെതിരെ നിൽക്കുന്ന ചിലതിനെ പൊളിക്കാനുള്ളതാ. പിടികിട്ടിയവർ ദൈവത്തെ സ്തുതിക്കണം. ഇന്നിവിടെ വെളിപ്പെട്ട 2 വചനവും നിന്റെ മേലുള്ള പ്രവചന ശബ്ദമാ. നിനക്ക് നഷ്ടപ്പെട്ട ചിലതിനെ തിരിച്ചു പിടിക്കുന്ന പ്രവചന ശബ്ദമാ. ദൈവവചനത്തിന്റെ പ്രാധാന്യം ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രവാചകന്മാരാണെങ്കിലും ഹീലിംഗ് മിനിസ്റ്റേഴ്സ് ആണ് ആരാണെങ്കിലും ദൈവവചനം എന്ത് ചെയ്യുന്നത്? പ്രസംഗിക്കുന്നത്. ദൈവവചനത്തിന് ഇമ്പോർട്ടൻ്റ് ഭയങ്കരമാണ്. നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും, കഴിഞ്ഞ ആഴ്ച ദൈവമനുഷ്യൻ പ്രസംഗിച്ചൊരു വചനം നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം ഈ ഹോള് കൊണ്ട് തീരാതെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് ആ ദൈവവചനം പറയണം. ഇന്ന് നിങ്ങൾക്കെടുത്ത 2 വചനം കിട്ടി. വെട്ടിയാലും പൊട്ടിക്കിളിർക്കും, വെട്ടിയാലും ശേഷിക്കും. ഈ പദം നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ ഉരുവിടണം.
നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ ഉരുവിടണം. നിങ്ങളുടെ തലമുറയുടെ മേൽ അത് വിളിച്ചു പറയണം. ദേശത്തിന്റെ മേൽ അത് വിളിച്ചു പറയണം. കാരണം ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വിതച്ചാൽ ഇത് പൊങ്ങിയിരിക്കും. ഞാൻ അടുത്തൊരു പദം നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാം. ഈ ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഏതു വിത്തും വിതച്ചാൽ 90 ദിവസം, അല്ലെങ്കിൽ 60 ദിവസം, അല്ലെങ്കിൽ 30 ദിവസം എടുക്കും അതിന്റെ റിസൾട്ട് വരാൻ. പക്ഷെ വിതച്ചാൽ സ്പോട്ടിൽ കൊയ്ത്ത് നടക്കുന്ന ഒറ്റ വിത്തേ ഉള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവിന്റെ വചനമാ. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്റെ വീടിനകത്ത് വചനം വിതച്ചോ. വചനം ചിലതിനെ പൊക്കാൻ പോകുക, വചനം ചിലതിനെ പൊട്ടിക്കാൻ പോകുക. ഒരു ദൈവവചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ, ഒരു ദൈവവചനത്തിന്റെ ശക്തി. ഞാനത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഈ ദൂത് എന്തുകൊണ്ടാണ് പറയുന്നതിന് മുമ്പ് ഈ ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ ആഴത്തിൽ അറിയണം. നിങ്ങളുടെ വീടിനകത്ത് എന്ത് ചെയ്യണം? ദൈവവചനം വിതയ്ക്കണം. നിങ്ങളുടെ ദേശത്ത് ദൈവവചനം വിതയ്ക്കണം. എങ്ങനെ ദൈവവചനം വിതയ്ക്കുന്നേ? നിങ്ങൾക്ക് അറിയാവുന്ന ദൈവവചനങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ വീടിനകത്ത് പറയണം. പ്രസംഗം കൊണ്ട് നിങ്ങൾ ഒരു ഡെലിവറൻസിന്റെ പണ്ടാരോ പറഞ്ഞ പോലെ ഈ കളരിയാശാമാര് 18ാമത്തെ അടവ്, ഈ ശുശ്രൂഷയ്ക്കകത്തെ 18ാമത്തെ അടവ് ഇതാ. വിടുതൽ പ്രാപിക്കാനുള്ള അവസാനത്തെ കീ ഏതാന്ന് ചോദിച്ചാൽ, നീ ഏറ്റെടുത്ത വചനം നിന്റെ വീടിനകത്ത് വിതയ്ക്കണം. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ വചനത്തെ വിതയ്ക്കണം. നിങ്ങളുടെ തലമുറകളുടെ മേൽ വചനം വിതയ്ക്കണം. അതിനുള്ള ദൈവിക വചനങ്ങൾ നിങ്ങൾ പിടിക്കണം. പ്രതിസന്ധി വരുമ്പോൾ അതിനു നേരെ എഴുന്നേറ്റ് നിന്ന് ദൈവവചനം വിളിച്ചു പറയണം. പ്രതികൂലം വരുമ്പോൾ അതിനു നേരെ എഴുന്നേറ്റ് നിന്ന് ദൈവവചനം വിളിച്ചു പറയണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നീ വിതയ്ക്കുന്ന വചനത്തിന് 3 സ്വഭാവമുണ്ട്. അത് പിടിച്ചാൽ ഇന്ന് പകലിൽ ഡെലിവറൻസ് ഉറപ്പാ. നീ വിതയ്ക്കുന്ന വചനത്തിന് 3 ക്യാരക്ടർ ഉണ്ട്. 1, ദൈവവചനം പരക്കും. 2, ദൈവവചനം പ്രബലപ്പെടും. 3, ദൈവവചനം വ്യാപരിക്കും. അതിന്റെ റിസൾട്ട് അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായം വായിക്കണം. പൗലോസ് ഒരു പട്ടണത്തിൽ 3 വർഷക്കാലം ദൈവവചനം വിതച്ചു. ഏത് പട്ടണമാണ്? എഫെസോസിൽ. പൗലോസ് 3 വർഷക്കാലം വചനം അങ്ങോട്ട് വിതച്ചു. മുക്കിലും മൂലയിലും പൗലോസ് വചനം വിതച്ചു. ഒന്നും ആദ്യ സമയങ്ങളിൽ ഒന്നും കണ്ടില്ല. പക്ഷെ ചില ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ എഫെസോസിന്റെ ഒരറ്റം മുതൽ ഇളകാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ട്രേഡിംഗ് സെന്ററായ, ഏറ്റവും വലിയ ബിസിനസ് സ്ഥലമായ എഫെസോസിന്റെ ഓരോ സ്ഥലങ്ങൾ ഇളകാൻ തുടങ്ങി. പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, എഫെസോസിൽ വചനം പരന്നു, എഫെസോസിൽ വചനം പ്രബലപ്പെട്ടു. എന്താ റിസൾട്ട് എന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ മഹതി എന്ന ശക്തിയുടെ അടിത്തറ എഫെസോസിൽ ഇളകി. എന്തോ ഇന്ന് പകലിൽ ഈ ദൈവസഭയ്ക്കകത്ത് നിൽക്കുമ്പോ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ കേൾക്കുന്ന വചനം ഇവിടം കൊണ്ട് കളയാതെ നിന്റെ വീടിനകത്ത് വിതച്ചോ. ചിലതിന്റെ അടിത്തറ ഇളകും. എനിക്കറിയില്ല, ചിലതിന്റെ അടിത്തറ ഇളകും, ചിലതിന്റെ അടിത്തറ ഇളകും, ചിലതിനെ വേരോടെ പിഴുതെറിയും. ഇന്ന് പകലിൽ എന്റെ ദൈവം എന്നോട് പറയുന്നു, ചിലതിന്റെ അടിത്തറകളെ ഇളക്കുന്ന, ചിലതിന്റെ വേരിനെ ഇളക്കുന്ന. എഫെസോസിൽ വചനം പരന്നപ്പോൾ, എഫെസോസിൽ വചനം പ്രബലപ്പെട്ടപ്പോൾ, അന്ന് വരെ എഫെസോസിനെ ഭരിച്ച അർത്തിമസിന്റെ അടിത്തറ ഇളകി. പിന്നുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, മന്ത്രവാദികൾ അവരുടെ മന്ത്രവാദ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് കത്തിച്ചു കളഞ്ഞു. അർത്ഥം പറയാ, എഫെസോസിൽ മന്ത്രവാദികളെ ട്രെയിൻ ചെയ്യുന്ന സെന്റർ ഉണ്ടായിരുന്നു. എഫെസോസ് മന്ത്രവാദത്തിന്റെ സെന്റർ ആയിരുന്നു. പക്ഷെ വചനം പരന്നപ്പോൾ, വചനം പ്രബലപ്പെട്ടപ്പോൾ മന്ത്രവാദ ശക്തികൾ ഇളകാൻ തുടങ്ങി, ആഭിചാരകന്മാർ ഇളകാൻ തുടങ്ങി. ഇന്ന് പകല് ഞാനൊരു ദൂത് പറയാ, ഓ റബ ശബലഘടകജന, ആഭിചാരം കെട്ടിയ അഭിഷേകം അഴിക്കും. പിടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പകലിൽ ആ ദൂതിനെ പിടിക്കാൻ. നിന്റെ ബിസിനസിനെ, നിന്റെ ശരീരത്തെ, നിന്റെ കുടുംബത്തെ ആഭിചാരം കെട്ടിയ ഇന്ന് പകല് അഭിഷേകം ചിലത് അഴിക്കുക.
പിടിക്കുന്ന പകലി ദൂതിനെ പിടിക്കുക. ചില ശരീരത്തെ കെട്ടിയ ചില രോഗത്തിന്റെ ശക്തികൾ ഇന്ന് പകല് ഇന്ന് പകലിലെ ദൂതിനെ നിങ്ങൾ റിസീവ് ചെയ്തേ. എനിക്കറിയില്ല ശ്രീജിത്ത് മാസ്റ്ററെ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില വീടിനകത്ത് വിതച്ചിട്ട ദൈവത്തിന്റെ വചനങ്ങൾ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ വചനം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക. നാഗർകോവിലിൽ ദൈവത്തിന്റെ വചനം പ്രബലപ്പെടുന്നു. പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകല് ചില കുടുംബങ്ങളെ സ്വർഗ്ഗം തൊടുകയ, ചില വ്യക്തികളെ സ്വർഗ്ഗം തൊടുകയ. പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിച്ചേ. ദൈവവചനം പരക്കട്ടെ, ദൈവവചനം പരക്കട്ടെ, ദൈവവചനം പരക്കട്ടെ. യെസ്, വെട്ടിയാലോ പൊട്ടിക്കിളിർക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരാൻ പോകുകയാ. വെട്ടിയാലോ പൊട്ടിക്കിളിർക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരാൻ പോകുകയാ. ആഭിചാരങ്ങളെ തകർക്കുന്ന, മന്ത്രവാദങ്ങളെ തകർക്കുന്ന, ക്ഷുദ്രശക്തികളെ തകർക്കുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകലിൽ ഈ ഓഡിറ്റോറിയത്തിനകത്ത് എന്റെ ദൈവം ചലിപ്പിക്കുന്നു. നിന്റെ വീടിനെതിരെയുള്ള ചില കെട്ടുകളെ ഇന്ന് പകല് എന്റെ ദൈവം അഴിക്കുകയാ. നിന്റെ ശരീരത്തിന് നേരെയുള്ള ചില കെട്ടുകളെ ഇന്ന് പകല് എന്റെ ദൈവം അഴിക്കുകയാ. വചനം പരക്കുന്നു. ഇന്ന് പകല് ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം നിങ്ങളോട് വിളിച്ചു പറയാം. വിതയ്ക്ക് നിന്റെ വീടിനകത്ത് ദൈവവചനം, വിതയ്ക്ക് നിന്റെ വീടിനകത്ത് ദൈവവചനം, വിതയ്ക്ക് നിന്റെ തലമുറയുടെ മേൽ ദൈവവചനം. അറിയത്തില്ലെങ്കിൽ എഴുതിക്കൊണ്ടു പോകണം ദൈവവചനം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കോ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കോ. ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ നിങ്ങൾ സഭ, ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം, മിനിമം ഒരു 100 വേർഡെങ്കിലും ഈ ബ്ലെസ്സിങ് വേർഡുകൾ എഴുതണം. എന്നിട്ട് നിങ്ങൾ ബൈഹാർട്ടാക്കണം. അത് ബൈഹാർട്ടാക്കണം. വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പറഞ്ഞു, ഞാൻ ജീവനോടെ ഇരുന്ന് 100 വട്ടം നീ അത് പറയണം. നിന്റെ ശരീരത്തിന്റെ മേൽ അത് വിതയ്ക്കണം. റിസൾട്ട് ഉറപ്പാ, റിസൾട്ട് ഉറപ്പാ. വലിയ പ്രതിസന്ധികൾ, വലിയ മതിലുകൾ നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുമ്പോ, അഭിഷക്തന്മാർക്ക് ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾക്കെതിരെയുള്ള മതിലൊന്നും കാണുന്ന മതിലുകളല്ല. നമുക്കെതിരെയുള്ള ഒരു മതിലും കാണാൻ പറ്റത്തില്ല, എല്ലാം കാണാത്ത മതിലുകളാ. കാണുന്ന മതിലിനെ ഇടിക്കാൻ എളുപ്പമാ, കാണാത്ത മതിലിനെ ഇടിക്കാൻ പാടാ. ആ മതിലിനെ ഇടിക്കാനുള്ള ഏക ആയുധം ദൈവത്തിന്റെ വചനമാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്? കാരണം ദൈവത്തിന്റെ വചനത്തെ പറ്റി പറയുന്നു. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണെങ്കിൽ നിങ്ങൾ അതരം തുറന്ന വചനം വിളിച്ചു പറയുമ്പോൾ പുറത്തോട്ട് പോകുന്നത് ഇരുവായ്ത്തലയുള്ള വാളല്ലേ? നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ അത് വെട്ടിക്കളയും. വിളിച്ചു പറ, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ അടുത്തൊരു പദം പറയാൻ പോകും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വിളിച്ചു പറ, പിശാചും മനുഷ്യനും ഒരുമിച്ച് വെട്ടിയാലും ഞാൻ ശേഷിക്കും. ഞാൻ ശേഷിച്ചാൽ ഞാൻ പൊട്ടിക്കിളിർക്കും. ഇതൊരു ഭയങ്കര പ്രൊഫറ്റിക്കൽ വേടാ. 1-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, വെട്ടിയാൽ എന്ത് ചെയ്യും? ശേഷിക്കും. ശേഷിപ്പുണ്ടെങ്കിലേ എന്ത് ചെയ്യത്തുള്ളു? വെട്ടിയാൽ ശേഷിക്കും. അന്നേരം ആ വാക്യത്തെ നമ്മൾ എവിടെ കൊണ്ടുവരാൻ പോവാ? നമ്മൾ ആദ്യം വായിച്ച വാക്യത്തെ രണ്ടാമത് വായിച്ച വാക്യത്തിനോട് കൊണ്ടൊന്ന് ഒട്ടിക്കാൻ പോവാ. നമ്മൾ കുറെ വാക്യം കൊണ്ട് ഒട്ടിക്കാൻ പോവാ. വെട്ടിയാൽ എന്ത് ചെയ്യും? ശേഷിക്കും.
ശേഷിച്ചാൽ, ഇനിയുള്ള വാക്യം നമ്മൾ രണ്ടാമത് വായിച്ച വാക്യം, ഒരു പ്രത്യാശ ഉറപ്പാ. Amen. Jesus. Hallelujah. ശേഷിച്ചാൽ ഒരു പ്രത്യാശ ഉറപ്പാ. ശേഷിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം അടിവരയിട്ട് എഴുതിക്കോ, നീ പൊട്ടിക്കിളക്കാം. Amen. Jesus. Hallelujah. എന്തോ എനിക്കറിയത്തില്ല ശ്രീജിത്ത് ഭാഷ, ഇവിടെ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അകത്ത് ചില വചനത്തിന്റെ കണക്ഷൻ കയറി വരുന്നു. ഈ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിനകത്ത് സ്തേഫാനോസിന്റെ ഒരു പ്രസംഗമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഒറ്റ പ്രസംഗം, ഹാബേലിൽ തുടങ്ങി അല്ലെങ്കിൽ അങ്ങ് നിത്യത വരെ കയറുന്ന ഒറ്റ പ്രസംഗം, അബ്രഹാമിൽ തുടങ്ങുന്ന ഒരു പ്രസംഗം. ആ പ്രസംഗത്തിന്റെ ഇടയിൽ സ്തേഫാനോസ് എഴുതി വെക്കുന്ന ഒരു പദമുണ്ട്, ആത്മാവിൽ പറയുന്ന ഒരു പദമുണ്ട്, വാഗ്ദത്ത കാലം വന്നപ്പോൾ. എന്തോ ഈ ദൈവസഭയ്ക്കകത്ത് നിൽക്കുമ്പോൾ ആ പദം എന്റെ അകത്തേക്ക് കയറി വരുന്നു. ആ ദൈവസഭയ്ക്കകത്ത് നിൽക്കുമ്പോൾ ആ പദം എന്റെ അകത്തേക്ക് കയറി വരുന്നു. ദൈവം എന്നോട് ഇതിനകത്ത് പറയാൻ പറയുന്നു, വാഗ്ദത്ത കാലം വന്നപ്പോൾ വെട്ടിയതെല്ലാം പൊട്ടിക്കിളർത്തു. പിടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ആ ദൂതിനെ പിടിക്കാം. വാഗ്ദത്ത കാലം വന്നപ്പോൾ വെട്ടിയതെല്ലാം പൊട്ടിക്കിളർത്തു. Come on church, റിസീവ് ചെയ്യുന്ന ദൈവജനം ഉണ്ടെങ്കിൽ, വാഗ്ദത്ത കാലം വന്നപ്പോൾ പിശാചും മനുഷ്യനോ ഒരുമിച്ച് വെട്ടിയതല്ല പൊട്ടിക്കിളിർക്കുന്നു. ഇന്ന് പകല് എന്റെ ദൈവം എന്നെ കാണിക്കുന്നു, ചിലതിന്റെ വാഗ്ദത്ത കാലം വന്നു, ചില കുടുംബത്തിന്റെ വാഗ്ദത്ത കാലം വന്നു. പ്രാപിക്ക നിന്റെ വാഗ്ദത്ത കാലം വന്നതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു, വെട്ടിയതെല്ലാം പൊട്ടിക്കിളിർക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഈ സഭയ്ക്കകത്തിരിക്കുന്ന ഏതൊക്കെയോ കുടുംബത്തിന്റെ വാഗ്ദത്ത കാലം വന്നതുകൊണ്ട് പിശാചോ മനുഷ്യനോ ഒരുമിച്ച് വെട്ടിയതെല്ലാം ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കിളിർക്കുകയാ. അതിനെ റിസീവ് ചെയ്യുന്നെങ്കിൽ ഇന്ന് പകലിൽ ആ ദൂതിനെ പിടിച്ചോ. നിന്റെ വാഗ്ദത്ത കാലം വന്നു. ഇത് നിന്റെ സീസണാ, ഇത് നിന്റെ സീസണാ. അതുകൊണ്ട് വെട്ടിയതെല്ലാം പൊട്ടിക്കിളിർക്കാൻ പോവുക. ഈ ദൈവസഭയുടെ അഭിഷേകത്തിനകത്ത് നിന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, വാഗ്ദത്ത കാലം വന്നു, വാഗ്ദത്ത കാലം വന്നു. എനിക്കറിയില്ല, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ ശക്തിയോടെ എന്നോട് പറയുന്നു, വാഗ്ദത്ത കാലം വന്നു. എല്ലാരും പറ, വാഗ്ദത്ത കാലം വന്നു. അതരം തുറന്ന് ഡിക്ലെയർ ചെയ്യേ, വാഗ്ദത്ത കാലം വന്നു. വാഗ്ദത്ത കാലം വന്നാൽ എന്ത് സംഭവിക്കും? വെട്ടിയതെല്ലാം പൊട്ടിക്കിളിർക്കാൻ തുടങ്ങും. ഇതൊരു പ്രവചന ശബ്ദമാണ്. ഇത് ഒരാളോടല്ല, ചില കുടുംബങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ്. ഇന്നിവിടെ പ്രാർത്ഥിക്കാമെന്ന ബ്രദറിനോടുള്ള ദൈവ ശബ്ദമാണ്. നിന്റെ വാഗ്ദത്ത കാലം വന്നതുകൊണ്ട് വെട്ടിയതെല്ലാം പൊട്ടിക്കിളിർക്കും. യെസ്, എനിക്കറിയത്തില്ല, ഞാനൊരു പ്രോഫറ്റ് അല്ല, ഞാനൊരു പ്രവാചകനല്ല. മീറ്റിംഗിന്റെ ഇടയ്ക്ക് ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ പറയുന്നേ ഉള്ളൂ. പക്ഷെ ഈ അഭിഷേകത്തിൽ നിൽക്കുന്നോണ്ടാകാം എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഹോട്ടലുമായി ബന്ധപ്പെട്ട് വെട്ട് കിട്ടിയ ചിലത് ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പൊട്ടിക്കിളിർക്കാൻ പോവാം. Amen. Jesus. നിന്റെ വാഗ്ദത്ത കാലം വന്നതുകൊണ്ട് ഇന്ന് പകൽ ദൈവം എന്നോട് പറയുന്നു, വെട്ട് കിട്ടിയ ചിലത് പൊട്ടിക്കിളിർക്കാൻ പോകുക. കുടുംബജീവിതത്തിൽ വെട്ട് കിട്ടിയവർ, തലമുറയുടെ വിഷയത്തിൽ വെട്ടുകിട്ടിയവർ ഇന്ന് പകലിൽ ഈ മെസ്സേജിനെ കയറി പിടിച്ചോ. ഇവിടെ ഒരു അന്തരീക്ഷം ഉണ്ട്, ഇതിനകത്ത് ചിലത് പൊട്ടിക്കിളിർക്കും. എന്തോ എനിക്കറിയില്ല ശ്രീത്തു, പക്ഷേ ആ വേട് എന്റെ അകത്ത് കയറി വരുന്നു. വാഗ്ദത്ത കാലം വന്നപ്പോൾ, ഈ വാഗ്ദത്ത കാലം വന്നാൽ ഫറവോനല്ല ആര് കെട്ടിയിട്ടാലും. ഞാൻ വെളിപ്പാടിലോട്ട് കയറാം.
വെളിപ്പാടിലോട്ട് കയറാൻ പോവാ. ആ പദം വിടരുതേ. നമ്മളിപ്പോ 3 വാക്യമാണ് കൊണ്ടുവന്നത്. ഒന്ന്, വെട്ടിയാൽ ശേഷിക്കും. ആ പദത്തെ യെശയ്യാ പ്രവചനത്തിൽ നിന്ന് അടർത്തി നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു. വെട്ടിയാൽ ശേഷിക്കും, ശേഷിച്ചാൽ പൊട്ടിക്കിളർക്കും. അടുത്ത ഒരു പദം കൂടെ നമ്മൾ അവിടുന്ന് അടർത്താൻ പോകുക. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ സ്തെഫാനോസിന്റെ പ്രസംഗം അടർത്തിക്കൊണ്ട് വരുന്നു. ഇതിന്റെ എല്ലാം മേളിക്കൊണ്ട് ആ വാക്യം വെക്കാൻ പോവാ. ഏതിന്റെ മേളിൽ? നമ്മൾ വായിച്ച മുഴുവൻ വാക്യത്തിന്റെ മേളിലോട്ട് ആ വാക്യം വെച്ചിട്ട് നമ്മൾ പറയാൻ പോവാ. വാഗ്ദത്തകാലം വന്നതുകൊണ്ട്, വെട്ടിയതല്ല ശേഷിച്ചതുകൊണ്ട്, ശേഷിപ്പുള്ളതുകൊണ്ട് പൊട്ടിക്കിളിർക്കാൻ പോവുകയാ. എനിക്കറിയില്ല, ദൈവം എന്നോട് പറയുന്നു. ഇന്ന് പകലിലെ അന്തരീക്ഷത്തിൽ നീ ചിലതിനെ പിടിച്ചോണം. നിന്റെ സീസണായത്, നിന്റെ സീസണായത്. പിശാചും മനുഷ്യനും ഒരുമിച്ച് വെട്ടിയതല്ല, എന്റെ ദൈവം പൊട്ടിക്കിളിർപ്പിക്കുന്ന സീസണായത്. 2022 അവസാന മാസത്തിന്റെ 11ാമത്തെ ദിവസത്തിൽ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, വെട്ടിയത് എവിടൊക്കെ വെട്ടിയോ അവിടെ എല്ലാം ഒരു പൊട്ടിക്കിളിർപ്പുണ്ടാകാൻ പോകുകയാ. ഞാനൊരു ദൂത് പറയാം. ഈ വാഗ്ദത്തകാലം വന്നാൽ ഏത് അച്ചാച്ചൻ കെട്ടിയാലും പുറത്തു വരും. അറിഞ്ഞോണം, ഞാൻ ദൂത് പറയാം. ജോസഫ് എന്ന് പറയുന്ന ഒരു ഭക്തനായ 17 വയസ്സ് പ്രായമുള്ള ഒരു ദൈവമനുഷ്യൻ ഒരു സ്വപ്നം കണ്ട്. എന്തായിരുന്നു? എന്റെ കറ്റ പറ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്റെ കറ്റ. ഈ കറ്റയെന്ന് പറഞ്ഞാൽ എന്തുവാ? എനിക്ക് കറ്റ എന്താണെന്നറിയണം. എൻ്റെ അമ്മയുടെ വീട് മാന്നാർ വള്ളക്കാലിയാണ്. അതുകൊണ്ട് ഞാൻ കറ്റയും കണ്ടിട്ടുണ്ട്, കൊയ്ത്തും കണ്ടിട്ടുണ്ട്, നിലവും കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ പ്രസംഗിച്ചത് കോട്ടയത്താണ്. അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കതിരാന്ന് കറ്റ, കൊയ്ത്തറിയാവുന്നവർ. ഇതിനകത്ത് വെളിപ്പാട് പറയാനാണ്. കാരണം ഇന്ന് പകലിൽ ഈ ദൂതിനെ നിങ്ങൾ പിടിക്കണം. എന്താ കറ്റ എന്ന് പറഞ്ഞാൽ? യെസ്, കൊയ്തെടുത്തതാണ് എന്ത്? കറ്റ. കൊയ്തെടുത്താൽ മാത്രം കറ്റയാവത്തില്ല. കൊയ്ത് നമ്മൾ എടുത്തു വെച്ചാൽ അതിനെ കതിരെന്നേ പറയത്തുള്ളൂ, അല്ലേ? കറ്റ എന്ന് പറയണമെങ്കിൽ 2 കാര്യം നടക്കണം. അടിയിൽ കൂടെ ഒരു വാള് പോണം എന്ന് പറഞ്ഞാൽ വെട്ട് വീഴണം, നടുക്കൂടെ ഒരു കെട്ട് വീഴണം. എന്ത് ചെയ്യണം? വെട്ട് വീഴണം, നടുക്കൂടെ ഒരു കെട്ടൂടെ വീണാൽ അതിനെ വിളിക്കുന്ന പേരാ കറ്റ. പുള്ളി സ്വപ്നം പറയാ, ഞാനൊരു കറ്റയാ. അർത്ഥം പറയാ, അച്ചച്ചന്മാരെ നിങ്ങൾ എന്നെ വെട്ടും, പോത്തിപ്പറും കുടുംബവും കൂടെ എന്നെ കെട്ടും, പക്ഷെ എന്റെ വാഗ്ദത്തകാലം മുഴുവൻ ഞാൻ എഴുന്നേൽക്കും. എനിക്കറിയില്ല ഈ ദൂത് ഏതൊക്കെ കുടുംബത്തിനകത്തേക്ക് കയറുകയാ. ഞാൻ ആ ദൂത് അങ്ങോട്ട് വിളിച്ചു പറയാം. റിസീവ് ചെയ്യേണ്ടവർക്ക് റിസീവ് ചെയ്യാം. വെട്ടിയിട്ടാലോ കെട്ടിയിട്ടാലോ വാഗ്ദത്തകാലം വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു തലമുറ പ്രാപിക്ക. ഇന്ന് പകലിലെ ദൂതിനെ പ്രാപിക്ക. നിന്നെ വെട്ടിയിട്ടാലോ നിന്നെ കെട്ടിയിട്ടാലോ നീ എഴുന്നേക്കാൻ പോകുക. എന്തോ ദൈവം എന്നോട് പറയുന്നു, ഇതിനകത്തുള്ള ചിലതിനെ കെട്ടിയിട്ടോ, ചിലതിനെ വെട്ടിവിട്ടോ, പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എഴുന്നേക്കാൻ പോകുക. നിന്റെ കുടുംബം എഴുന്നേൽക്കാൻ പോകുക. നിന്റെ ശുശ്രൂഷ എഴുന്നേൽക്കാൻ പോകുക. നിന്റെ തലമുറകൾ എഴുന്നേൽക്കാൻ പോകുക. Receive it, come on church. La bracadabra. Yes. ഇന്ന് പകലിലെ ദൈവശക്തി ചലിക്കുകയാ. ഞാൻ ആത്മാവിൽ കാണുകയാ. ഏതൊക്കെ കുടുംബത്തിനകത്ത് വെട്ടുവീണ ചില തലമുറകൾ, കെട്ടിയിട്ട ചില തലമുറകൾ ഇന്ന് പകല് ഈ ദൈവവചന അതിവേഗം ഓടി ചില കുടുംബങ്ങളിലേക്ക്, ചില തലമുറകളിലേക്ക്, ചില പട്ടണങ്ങളിലേക്ക് ഇന്ന് പകല്
ഈ ദൈവവചനം കയറുക. എനിക്കറിയില്ല ഇന്ന് പകല് വെട്ടുകൊണ്ട ചിലത് എഴുന്നേക്കുന്ന പകലായത്. 17 വയസ്സ് പ്രായമുള്ള ചെറുക്കൻ പറയുകയാ, ഞാനൊരു കറ്റയാ. ഞാനൊരു കറ്റയാ ചാച്ചന്മാരെ. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ എന്നെ വെട്ടും. എന്റെ അപ്പനിൽ നിന്നുള്ള എന്നെ വെട്ടോ, എന്റെ കുടുംബത്തിന്റെ പേരിൽ നിന്ന് എന്നെ വെട്ടോ. ചില നാള് കഴിയുമ്പോൾ മിസ്രൈമിലെ ഒരു സ്ത്രീ ഉണ്ട്, അവരെന്നെ കെട്ടോ. പക്ഷെ എന്റെ വാഗ്ദത്ത കാലം വരുമ്പോ ആര് വെട്ടിയാലോ ആര് കെട്ടിയാലോ ഞാൻ എഴുന്നേക്കോ. ഇന്ന് പകല ദൂതിനെ എത്ര പേർക്ക് പിടിക്കാൻ പറ്റും? ഞാൻ കയറിയൊരു ദൂത് പറയാം, കയറിയൊരു ദൂത് പറയാം, കയറിയൊരു ദൂത് പറയാം. നിന്റെ വാഗ്ദത്ത കാലം വരുമ്പോൾ നിന്റെ അപ്പൻ കെട്ടിയാലും അഴിഞ്ഞിരിക്കാം. ഇത് വെറുതെ പറയുന്ന വാക്കല്ല, ബൈബിളിന്റെ തെളിവിൽ പറയാ. ഇസഹാക്കിനെ അപ്പം കെട്ടി, പക്ഷെ എന്റെ ദൈവം അഴിച്ചു. ഇന്ന് പകലിന്റെ ദൂതിനെ പിടിച്ചോ. ഞാൻ ആത്മാവിലൊരു ശബ്ദം കേൾക്കുക, കെട്ടഴിക്ക, അവൻ പോകട്ടെ. ഇന്ന് പകലിലെ ദൂത് കുടുംബത്തിനകത്തേക്ക് ആഴത്തിൽ വ്യാപരിക്കുക. കെട്ടഴിക്ക, അവൻ പോകട്ടെ. കെട്ടഴിക്ക, അവൾ പോകട്ടെ. യെസ് യെസ് യെസ്, ആ ദൂതിനെ പിടിച്ചോ. കെട്ടഴിക്ക, കെട്ടഴിക്ക. എനിക്കറിയില്ല ഇതൊരു പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ് ചലിക്കുന്ന ഒരു ചർച്ച ആയതുകൊണ്ടാകാം. ഞാൻ ആത്മാവിൽ ഒരു കാഴ്ച കാണുകയോ. നിങ്ങൾ എത്ര പേര് അതിനെ റിസീവ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ എവിടൊക്കെയോ ചില കെട്ടുകൾ ഈ പകലിൽ അഴിയുകയാണ്. ഒരു രീതിയിൽ നിന്നെ എഴുന്നേൽപ്പിക്കാതെ ചെയ്യുന്നതെല്ലാം പരാജയമാകുന്നത് പോലെ നിന്നെ ഒതുക്കിക്കളഞ്ഞ ചില മേഖലകൾ ഇന്ന് പകലിൽ അക്കെട്ടന്റെ ദൈവം ഇതിനകത്ത് അഴിച്ചു വിടുകയാണ്. ദൈവസഭ പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ. ഇന്ന് പകലിൽ ദൈവം വെറുതെയല്ല ദൂതടപെടുന്നത്. വെട്ടുകൊണ്ട ചിലത് ഇതിനകത്ത് ഇരിപ്പുണ്ട്. കുടുംബജീവിതത്തിൽ വെട്ടുകൊണ്ടവർ, തലമുറയുടെ വിഷയത്തിൽ വെട്ടുവീണവർ, വല്ലാതെ കുടുംബം കെട്ടിപ്പോയവർ, ഇന്ന് പകലിൽ ദൂതിനെ റിസീവ് ചെയ്യേ. നിന്റെ വീടിനകത്ത് ഡെലിവറൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകലിൽ എന്റെ ദൈവം ഇതിനകത്തിരിക്കുന്ന ചില കുടുംബങ്ങളെ, ചില തലമുറകളെ ഇന്ന് പകലിൽ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചാട്ടെ, 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 പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് എന്തോ ദൈവത്തിന്റെ ശക്തി. ഓ പിശാചും മനുഷ്യനോ ഒരുമിച്ച് നിനക്കെതിരെ കെട്ടിയ, പിശാചും മനുഷ്യനോ ഒരുമിച്ച് നിന്നെ വെട്ടിയത് സകല മേഖലകളോ ഇന്ന് പകല് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുന്ന ദൈവവചനത്തിനകത്ത് ഇന്ന് പകല് ചിലതിനെ എന്റെ ദൈവം ഇതിനകത്ത് ഇന്ന് പകലിൽ അഴിച്ചു കളയുക. ഇതൊരു ഡെലിവറൻസിന്റെ പകലാ. അത് റിസീവ് ചെയ്യുന്നവർ ഒരുമിച്ച് യെസ് ദൈവശബ്ദം വീണ്ടും വീണ്ടും ഒരാല പോലെ ഇന്ന് ദൈവസഭയ്ക്കകത്ത് കേൾക്കുന്നു. കെട്ടഴിക്കോ, അവൻ പോകട്ടെ.
എനിക്കറിയില്ല, ഇതൊരു പ്രവാചക ശബ്ദത്തിന്റെ ഉടമസ്ഥതയിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷമായതുകൊണ്ടാകാം കർത്താവ് എന്നോട് പറയുന്നു, കെട്ടഴിക്ക, അവൻ പോകട്ടെ. ഈ പദം ഏതൊക്കെയോ കുടുംബത്തിനകത്ത്, ഏതൊക്കെയോ തലമുറകളുടെ മേൽ ഈ പദം ഇന്ന് പകലിൽ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ഇന്ന് പകലിൽ ഇത് ചില കുടുംബങ്ങളിലേക്ക് എന്തോ കർത്താവിനോട് വളരെ ശക്തമായിട്ട് പറയുന്നു. എല്ലാവരും അതരം തുറന്നു പറഞ്ഞ വാഗ്ദത്തകാലമാകയാൽ. ഓ, ഇങ്ങനെ പോരാ, ഇച്ചിരൂടെ ഇത്രയും പ്രവാചക ശബ്ദം ഉയരുന്ന ഒരു സഭയ്ക്കകത്ത് ഇച്ചിരൂടെ ശബ്ദത്തിൽ വാഗ്ദത്തകാലമാകയാൽ. എല്ലാ കെട്ടുവഴിയും ഞാൻ ആ പദം വീണ്ടും കൊണ്ടുവരിക. വാഗ്ദത്തകാലമാകയാൽ എല്ലാ കെട്ടുവഴിയും, ബിസിനസിനകത്തെ കെട്ടഴിയോ, ഫാമിലിക്കകത്തെ കെട്ടഴിയോ, തലമുറകളുടെ മേൽ കിടക്കുന്ന കെട്ടഴിയോ, രോഗമെന്ന കെട്ടഴിയും. ഓ, ഞാനിത് ബൈബിളിലെ വേടാ പറയുന്നത്. ഇന്ന് പകല് നീ അതിനെ റിസീവ് ചെയ്തോ. തിരിച്ച് നിന്റെ വീടിനകത്ത് കയറുമ്പോ ചിലതാഴിഞ്ഞു കിടക്കുന്നത്. Jesus, amen. എനിക്കറിയില്ല ശ്രീതുമാഷ ആ വാക്യം പറഞ്ഞത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ അകത്തേക്ക് ചില വചനം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരികയാ. വാഗ്ദത്തകാലമാകയാൽ ഞാനൊരു പദം പറയാം, നിങ്ങൾക്ക് അതിനെ പ്രൊഫറ്റിക്കലി മൂവ് ചെയ്യാം. വാഗ്ദത്തകാലമാകയാൽ അവൻ ആ ജന്തുവിനെ തീയിൽ കൊടഞ്ഞു കളഞ്ഞു. Amen. Jesus, hallelujah. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. വാഗ്ദത്തകാലമാകയാൽ ചുറ്റിയതിനെ എല്ലാ കൊടഞ്ഞുകളെ നിന്നെ ചുറ്റിയതിനെ എല്ലാം കൊടഞ്ഞു കളയുകയാ. പ്രൊഫറ്റിക്കലി ഒന്ന് മൂവ് ചെയ്തേ, പ്രൊഫറ്റിക്കലി മൂവ് ചെയ്യേ. പോരാ 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 പോരാ, കൊടഞ്ഞുകള നിന്നെ ചുറ്റിയതിനല്ല കൊടഞ്ഞുകള. ഒന്ന് പ്രൊഫറ്റിക്കലി മൂവ് ചെയ്തേ. ശ്രദ്ധിച്ചേ, ശ്രീജിത്ത് ഭാഷ നിൽക്കുന്ന ഒരു ദൈവസഭയ്ക്കകത്ത് ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പ്രൊഫറ്റിക്കലി മൂവ് ചെയ്യാൻ. ചില വചനത്തിന് നിങ്ങൾ പ്രൊഫറ്റിക്കലി മൂവ് ചെയ്യണം. കാരണം ഈ സീസൺ എത്ര പേര് തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് അറിയാം. ഈ സീസണിൽ നീ എന്ത് കാണിച്ചാലും അത് സംഭവിക്കും. ഈ സീസണിൽ നീ എന്ത് കാണിച്ചാലും അത് സംഭവിക്കും. അതുകൊണ്ട് ആത്മസാന്നിധ്യം തീ ഇല്ലാത്തടത്ത് കൊടയരുത്, തിരിഞ്ഞു കടിക്കും. എന്താ, തീ ഇല്ലാത്തടത്ത് കൊടയാൻ നിൽക്കരുത്, പിടികിട്ടിയില്ല. തീ ഇല്ലാത്തടത്ത് കൊടയരുത്, നൈസായിട്ട് ശാന്തമായിട്ടങ്ങാണ് നിന്നങ്ങ് പൊക്കോണം. തീ ഉണ്ടെന്ന് ബോധ്യം വന്ന, തീ ഉണ്ടെന്ന് ബോധ്യത വന്ന എഴുന്നേറ്റ് കൊടഞ്ഞോണം. എനിക്കറിയത്തില്ല, ദൈവം എന്നോട് പറയുന്നു. ചില വേട് പിടിക്കുമ്പോ ഉണ്ടല്ലോ, അതിന് ഞാൻ ഇടയ്ക്ക് ഞാൻ ചില ചർച്ചകളിൽ പോകുമ്പോൾ ഞാൻ പറയുന്നൊരു പദമുണ്ട്, ചില വേട് പിടിക്കുമ്പോൾ 4 കാലിൽ നിന്ന് പിടിക്കണം. എത്ര കാലില? നിങ്ങൾ പറയുന്നത് ഞങ്ങൾ മൃഗങ്ങളല്ലല്ലോ 4 കാലിൽ നിന്ന് പിടിക്കാൻ. ഞങ്ങൾക്ക് 2 കാലല്ല ഉള്ളു. നമ്മുടെ അതിരയിൽ ഒരുത്തൻ കൈവെക്കാൻ വരുമ്പോൾ നമുക്ക് വരുന്നൊരു കാലുണ്ടല്ലോ. നമ്മുടെ സ്വന്തമെന്ന് തോന്നുന്നതിൽ അന്യം കൈവെക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു കാലുണ്ടല്ലോ. ചില വചനം പിടിക്കാൻ ആ കാല് വേണം. ഞാനൊക്കെ ജനിച്ചതും വളർന്നതും ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന ശുശ്രൂഷയെ ശ്രീതുഭാഷ എന്ന ശുശ്രൂഷയാ. ഞാൻ ജനിച്ചു വീണത് പ്രവചനത്തിനകത്താ. പാസ്റ്റർ സാമച്ചന്റെ ചർച്ചിലെ പ്രോഡക്റ്റാ ഞങ്ങളെല്ലാം.
അത് ഞങ്ങൾ കണ്ണ് തുറക്കുമ്പോഴേ കാണുന്നത് പ്രവചനമാണ്. പ്രവചനത്തിന്റെ അസാധാരണ റെലവാ. അവിടെ എല്ലാം ഞങ്ങൾ കണ്ടൊരു സത്യമുണ്ട്. ഞങ്ങളുടെ ഭാഷ എപ്പോഴും ഞങ്ങൾക്ക് ട്രെയിനിങ് തരുമായിരുന്നു. ഒരു പ്രവചനം വരുമ്പോൾ നിന്നെ ഞാൻ ഉയർത്തുമെന്ന് പറയുമ്പം ഉയർത്തുവോ, എന്നാ ഉയർത്ത്. അങ്ങനല്ല, അതിനോട് നീ കാണിക്കുന്നു തെളിവ് തരാം. എല്ലാത്തിനും തെളിവ് വചനത്തിൽ നിന്നാ. അബ്രഹാമിനോട് പറഞ്ഞു നിനക്ക് ഞാൻ ദേശം തരാം. അബ്രഹാം കൂടാരത്തിനകത്തിരുന്നെങ്കിൽ പുള്ളി കൂടാരത്തിന്റെ പിതാവായി പോയനെ. വേദപുസ്തകത്തിൽ 4 പേര്, അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, 3 പേർക്കും 3 പേരാ. മാൻ ഓഫ് ടെൻസ്, മാൻ ഓഫ് വെൽസ്, മാൻ ഓഫ് പില്ലർ. 3 പേരും 3 ആൾക്കാരാ. അബ്രഹാമിനോട് പറഞ്ഞു എനിക്ക് ഞാൻ ദേശം തരാം. അബ്രഹാം കൂടാരത്തിനകത്തിരുന്നു. സ്വോത്രം. നോ ശ്രീത്തു ഭാഷേ, ദൈവം പറഞ്ഞ ദേശം വേണോ, ഇറങ്ങി ദേശത്തൂടെ നടക്ക്. നീ കേൾക്കുന്നതിനെല്ലാം നിനക്കൊരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ വേണം. എനിക്ക് ശ്രീത്തു ഭാഷ അകത്ത് കത്തിയത് പോലൊരു വെളിപ്പാടൊന്നും എനിക്ക് കത്തിയില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയെ കുറിച്ചൊരു വെളിപ്പാടൊന്നും എനിക്ക് കത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് എൻ്റെ അകത്ത് അസാധാരണമായിട്ട് ഇന്ത്യയെ കുറിച്ചുള്ള ആത്മഭാരം കയറിയത്. അതുവരെ നമ്മുടെ തോന്നേണ്ട കാര്യമില്ല, നമ്മുടെ റൂട്ട് അങ്ങനെ ആയിരുന്നു. കാരണം ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ അത്യാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ ഈ ലോക്ക്ഡൗണിനകത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധമായ എൻ്റെ അകത്തൊരു ആഗ്രഹം തോന്നി, കർത്താവ് ഇന്ത്യയുടെ 29 സ്റ്റേറ്റിലും എന്ത് ചെയ്യണം, പോകണം. ഞാനിന്ന് പോകണമെന്ന് ചിന്തിച്ച് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അന്നത്തെ ദിവസം ഞാൻ കോവിഡ് സമയത്ത് ഒരു ദൈവാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഭിഷക്തനെ, ഇന്ത്യയുടെ ഉണർവിന് നിങ്ങളെ നിർത്തും. ഞാനിത് കേട്ടിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി റൂമിൽ കയറിയപ്പോൾ ഇന്ത്യയുടെ ഉണർവിനല്ല നിർത്തുന്നേ. ഞാൻ BA ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇന്ത്യ വരയ്ക്കാൻ എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ ലിറ്ററലി എൻ്റെ പ്രാർത്ഥനാ റൂമിനകത്തൊരു ഇന്ത്യ അങ്ങോട്ട് വരച്ച്, ഞങ്ങൾ ഈ അഭിഷക്തന്മാരുടെ പ്രയർ റൂമിനകത്ത് കയറിയ നല്ല രസമാണ്. കാണാം, പെൻസിൽ കാണും, ചോക്ക് കാണും, ചുമന്ന പേന കാണും, പച്ചപ്പേന കാണും, പരിപാടി. ഞാൻ ഇന്ത്യ വരച്ചിട്ട് അതിനകത്തോട്ട് പറഞ്ഞു, കർത്താവേ, ഇന്ന് കേട്ട പ്രവചനത്തിന് താണ്ട ഞാൻ കയറി നിൽക്കുന്നു. ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ 9 കോള് കിടക്കുക. വിളിച്ച് ഞാൻ ആ ഫോൺ എടുത്ത് തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുമെന്നാണ് പറഞ്ഞത്. ഭാഷ ബാംഗ്ലൂരായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, സ്വത്രം, ഞങ്ങൾക്കൊരു മീറ്റിങ്ങിന് ഡേറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തരാലോ, ഇഷ്ടംപോലെ ഡേറ്റ് കിടക്കും, ഏത് ഡേറ്റാണ് വേണ്ടേ? അവർ പറഞ്ഞു, ഇന്ന ഡേറ്റ് മതി. ഞാൻ പറഞ്ഞു, ഓക്കെ. ഞാൻ ഇവിടുന്ന് മീറ്റിങ്ങിന് കയറി അവിടെ ചെന്ന് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഹോട്ടലിൽ താമസിച്ച് രാവിലെ എന്നെ വിളിക്കാൻ വന്നൊരു അഭിഷക്ത എന്നോട് പറഞ്ഞു, പക്ഷേ പ്രസംഗിക്കാൻ വന്ന ബാംഗ്ലൂരാണെങ്കിലും പ്രസംഗിക്കാൻ പോകുന്ന 28 സ്റ്റേറ്റിനോടാ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ച് ബാംഗ്ലൂർ മലയാളികളുടെ ഇടയ്ക്കാണ് മിക്കവാറും പ്രസംഗിക്കാൻ പോകുന്നത്. ഏതെങ്കിലും മലയാളി ചർച്ച ആവുന്നതാണ്. വിളിക്കാൻ വന്ന ഭാഷ മലയാളിയാണ്. പക്ഷെ പോകുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ട്രാൻസ്ലേഷൻ ഉണ്ട്, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട്, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട്. കാരണം പാസ്റ്റർ പ്രസംഗിക്കാൻ പോകുന്നത് 28 സ്റ്റേറ്റിനകത്തോട്ടാണ്. ദൈവം അന്നെ ഒരു കാര്യം പഠിപ്പിച്ച്, കേൾക്കുന്ന പ്രവചനത്തിനനുസരിച്ച് നീ ചലിച്ചാലേ റിസൾട്ട് വരുത്തുള്ളൂ. എനിക്കറിയില്ല, ഞാൻ മനസ്സിൽ കരുതിക്കൊണ്ടുവന്ന വാക്കുകളല്ല ഞാൻ ഈ പറയുന്നത്. എന്നോട് ദൈവം പറയുന്നു, വാഗ്ദത്ത കാലം വന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്? അതുകൊണ്ട് ചുറ്റിയതിനെ എല്ലാം കുടഞ്ഞു കളയുന്ന സീസണായത്. നിനക്കതിനെ റിസീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് പകലിൽ അതിനെ റിസീവ് ചെയ്യണം. വാഗ്ദത്ത കാലം വന്നാൽ നീ വിതച്ചാൽ പിന്നെ 100 മേനിയാ. എന്തോ ദൈവം അങ്ങനെ ചില പദങ്ങൾ ഇവിടെ ഇടപെടുകയാ. വാഗ്ദത്ത കാലം വന്നു. ഭാരത സഭയോട് ഞാൻ വിളിച്ചു പറയുകയാ, വാഗ്ദത്ത കാലം വന്നു. പക്ഷേ ഞാൻ ഇതുവരെ പ്രസംഗിച്ചിട്ടിരിക്കുന്ന ഒരു പദം, പക്ഷെ ഇതിനകത്ത് നിൽക്കുമ്പോൾ ദൈവം എന്നോട് പറയുന്നു, വാഗ്ദത്ത കാലം വന്നു. വാഗ്ദത്ത കാലം വന്നാൽ ഇരുമ്പു രഥം വിഷയമല്ല. വാഗ്ദത്ത കാലം വന്നാൽ പറവോന്റെ ശക്തി വിഷയമല്ല. ഇന്ന് പകലിൽ ദൈവം പറയും, നിന്റെ വാഗ്ദത്ത കാലം വന്നാൽ നിനക്ക് വഴിയും നിനക്കെതിരെ വരുന്നവന് കുഴിയും വരും. ഇന്ന് പകലിൽ ഞാൻ ആരോട് പ്രവചിച്ചു പറയുക, ഇത് വാഗ്ദത്ത കാലമാ. നിങ്ങൾ റിസീവ് ചെയ്തില്ലെങ്കിൽ ഞാൻ റിസീവ് ചെയ്യും. ഇതെന്റെ വാഗ്ദത്ത കാലമാ. അതുകൊണ്ട് ചുറ്റിയതിനെ എല്ലാം കുടഞ്ഞു കളയുന്ന കാലമാ. നിന്റെ കുടുംബത്തെ ചുറ്റിയതിനെ, നിന്റെ തലമുറയെ ചുറ്റിയതിനെ, നിന്റെ ശുശ്രൂഷയെ ചുറ്റിയതിനെ
എന്തോ ഇന്ന് പകലിൽ യഹോവയുടെ അഭിഷക്തൻ എന്ന നിലവാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയുക, വാഗ്ദത്ത കാലം വന്നാൽ നിന്റെ ബൗണ്ടറി പൊളിയും. പിടിക്കാൻ പറ്റുന്നവരെ ദൂതിനെ പിടിക്കാൻ. വാഗ്ദത്ത കാലം വന്നാൽ നിന്റെ ബൗണ്ടറി പൊളിയും. പിടിക്കാൻ പറ്റുന്നവരെ ദൂതിനെ പിടിക്കുന്ന പകല്. വാഗ്ദത്ത കാലം വന്നാൽ നിന്റെ ബൗണ്ടറി പൊളിയും. നിന്നെ കെട്ടിയിട്ടടത്തു നിന്നെ അഴിച്ചുവിട. നിന്നെ പിടിച്ചടക്കിടത്തുനിന്ന് നീ പുറത്തു വരോ. ഇന്ന് പകലിൽ എന്തോ ദൈവം ഇടപെടുകയാ. വാഗ്ദത്ത കാലം വന്നു, ചുറ്റി അതിനെ കുടഞ്ഞു കളയുക. വാഗ്ദത്ത കാലം വന്നു, നിന്റെ ബൗണ്ടറികളെ പൊളിക്കുക. യെസ്, come on church. Yes. ഇന്ന് പകല് മീഡിയക്കകത്തൂടെ കേൾക്കുന്ന ചിലരോടോ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാ. ചില വീടിനകത്തിരുന്ന് കേൾക്കുന്ന ചിലതുണ്ട്, ചില വാഹനത്തിലിരുന്ന് കേൾക്കുന്ന ചിലതുണ്ട്. ഇന്ന് പകലിൽ ആത്മാവ് പറയുന്നു, വാഗ്ദത്ത കാലം വന്നു. വരുമെന്നല്ല, വന്നു. പറ, വന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ചുറ്റിയതിനെയല്ല, അത് രോഗമാ നിന്നെ ചുറ്റിയതെങ്കിൽ ഇന്ന് പകൽ തീക്കകത്ത് കൊടഞ്ഞുകള. ഇതൊരു അസാധാരണ പകലായി. അഭിഷക്തന്മാർ ഒരുമിച്ച് ഇതിനകത്ത് നിൽക്കുന്നത്. ഇന്ന് പകല് ചില തലമുറകളെ ചുറ്റിയ ചില രോഗത്തിന്റെ ശക്തികൾ ഈ തീക്കകത്ത് ഇന്ന് പകലിൽ കുടഞ്ഞു കളയുകയാ. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, എവിടൊക്കെയോ വെട്ടുവീണ ചിലത് ഇന്ന് പകലിൽ പൊട്ടിമുളയ്ക്കുകയാ. പേരു മാഞ്ഞുപോയ, മണ്ണിൽ കെട്ടുപോയ ചിലത് ഇന്ന് പകല് യേശുവിന്റെ നാമത്തിൽ ഇവിടെ തിരിച്ചെഴുന്നേറ്റ് വരികയാ. പിടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ദൂതിനെ പിടിക്കാം. വെട്ടിയിട്ടാലോ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു തലമുറ, കെട്ടിയിട്ടാലോ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു തലമുറ ഇന്ന് പകലിൽ എന്റെ ദൈവം ഈ മൂവ്മെന്റിനകത്ത് പറയുന്നു, നിങ്ങളുടെ വാഗ്ദത്ത കാലം വന്നു. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷകളിൽ. ഇതൊരു മെസ്സേജ് അല്ല, ഇതൊരു പ്രൊഫറ്റിക്കൽ ശബ്ദമാണ്. അന്യഭാഷ പ്രാപിച്ചവർ ഒരുമിച്ച് കരങ്ങൾ അടിച്ച ഇന്ന് പകലിലെ ദൂതിനെ റിസീവ് ചെയ്ത് കണ്ണുകൾ അടച്ച് കരങ്ങൾ അടിച്ച് ആ ദൂതിനെ പിടിക്കുന്ന പകല് എനിക്കറിയില്ല ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ വന്നതാണോ, ഞാൻ എന്നോട് പ്രവചിക്കാൻ വന്നതാണോ. ഞങ്ങൾ ദൈവദാസന്മാർ അങ്ങനെയൊക്കെ ചില സമയം നിങ്ങളോട് പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളോട് പ്രവചിച്ചു കളയും. ഞങ്ങളുടെ ചില മേജർ ഡെലിവറൻസുകൾ ഞങ്ങൾ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. കാരണം ആ തീ ഉള്ളപ്പോഴേ ഞങ്ങൾ കുടയാറുള്ളൂ, തീ ഇല്ലാത്തപ്പം കുടയാറില്ല. ഇന്ന് പകലിൽ ഇതിനകത്തൊരു ദൈവത്തിന്റെ തീ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അത് ദൈവമനുഷ്യൻ വർഷിപ്പ് ചെയ്ത സമയം മുതൽ ഇതിനകത്ത് അത് കത്തിയിട്ടുണ്ട്. ഇന്ന് പകലിൽ ഞാൻ ആ പദത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നില്ല. വാഗ്ദത്ത കാലം വന്നു. വാഗ്ദത്ത കാലം വന്നാൽ നിന്നെ വെട്ടിയതെല്ലാം പൊട്ടിക്കിളുർക്കാൻ. ആവർത്തന വിരസതയാന്ന് തോന്നണ്ട. പ്രസംഗം തുടങ്ങിയിട്ട് 14 വർഷമായി. ഇത് ആവർത്തന വിരസതയല്ല. ഈ പ്രായത്തിൽ കർത്താവിന്റെ കൃപയാൽ നിൽക്കാത്ത ഒരു ചർച്ചയുമില്ല. എല്ലാ റിവൈവലിനകത്തും ഞാൻ തിന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ആവർത്തന വിരസത പോലെ പറയാൻ പോവാ. വാഗ്ദത്ത കാലം വന്നു. വന്നു. നീ അത് ഉറപ്പിക്കുന്നിടം വരെ ഞാനത് പറയാം. നിങ്ങളത് ഉറപ്പിക്കുന്നിടം വരെ ഞാനത് പറയാം. വാഗ്ദത്ത കാലം വന്നു.
പറ, അതരം തുറന്ന് പറ, വാഗ്ദത്തകാലം വന്നു. വാഗ്ദത്തകാലം വന്നു. പോരാ, വാഗ്ദത്തകാലം വന്നു. വാഗ്ദത്തകാലം വന്നു. വാഗ്ദത്തകാലം വന്നു. വാഗ്ദത്തകാലം വന്നു. ആമേൻ. ജീസസ് ഹല്ലേലൂയ. സ്തേഫാനോസിന്റെ പ്രസംഗം മാത്രം വായിച്ചാൽ മതി. ആമേൻ. വാഗ്ദത്തകാലം വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് കാണാം. ആമേൻ. ആമേൻ. പുള്ളി ചെറിയൊരു മെസ്സേജ് പറഞ്ഞങ്ങ് പോയതാ. അദ്ദേഹം പറയാ, വാഗ്ദത്തകാലം വന്നപ്പോ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി. അയ്യോ, Yes, hallelujah. സിമ്പിളാ. വാഗ്ദത്തകാലം വന്നപ്പം വർധനവുണ്ടായി, പെരുകലുണ്ടായി. ഈ വാഗ്ദത്തകാലത്തിന് മുൻപ് നീ തുല്യാതുല്യം നിന്ന് കളിക്കും. Amen. Jesus. മനസ്സിലായില്ല? ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ കാര്യമൊക്കെ ഓടി. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വാഗ്ദത്തകാലം വന്നാൽ, Oh, Jesus. Hallelujah. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. വാഗ്ദത്തകാലം വന്നാൽ ഈ ഹോള് പറ്റത്തില്ല, ടെന്റ് അടിക്കാതെ പറ്റത്തില്ല, Hallelujah. സ്ഥലം മേടിക്കാതെ പറ്റത്തില്ല. Jesus. എനിക്കറിയത്തില്ല, ദൈവം എന്നോട് പറയുന്നു, ഈ പട്ടണത്തിനകത്തുനിന്ന് വെട്ടുകൊണ്ട ചിലതിനെ Yes. കെട്ടഴിച്ച് ദൈവം ഇതിനകത്ത് കൊണ്ടുവരും. Yes. എന്നോട് ഒരിക്കൽ ഒരിടത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം, അന്ന് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു 3-4 പിള്ളേർ വന്ന് എന്നോട് ചോദിച്ചു, എടാ ഉവ്വേ, പാസ്റ്റർ എന്നൊന്നുമല്ല വിളിച്ചേ, നിനക്ക് നിന്റെ തൊണ്ടയൊന്ന് അടച്ചു വെച്ചുകൂടെ? എന്നോട് ചോദിച്ച ചോദ്യമോ? കാരണം നമ്മുടെ ഈ തിരുവനന്തപുരം സൈഡിന്റെ പ്രശ്നം 40 പേരുള്ളെങ്കിൽ 4000 വാട്ട്സാ. അവന്മാർക്ക് കളി കാണാൻ പറ്റുന്നില്ല. അവന്മാർക്ക് ഈ എന്താ പറയുക, ഈ കമൻട്രി പറയുന്ന കേൾക്കാത്തോണ്ട് അവന്മാർക്ക് കളി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇവന്മാർ 3-4 പേരുണ്ടായിരുന്നു. അന്നേരം ഞാൻ സംഘാടകരോട് പറഞ്ഞു, ഇച്ചിരി സൗണ്ട് കുറച്ചേക്ക്, അവരെ ബുദ്ധിമുട്ടിക്കണ്ട. അവന്മാർ അതിനെക്കാട്ടിലും വലിയ പ്രശ്നം. അവന്മാർ പറഞ്ഞു, എന്ത് പ്രശ്നം ഉണ്ടാലും ഇവിടെ സൗണ്ട് കുറയ്ക്കത്തില്ലെന്ന്. അവസാനം ഞാൻ എൻ്റെ ശബ്ദം കുറച്ച്, അന്നേരം അവന്മാരവിടെ കൂട്ടും. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പം അതിനകത്തിരിക്കുന്ന ഒരു യൗവനക്കാരൻ എന്നോട് വന്ന് ചോദിച്ചു, എന്തിനാ ഇത്രയും ബഹളം കിടന്ന് നീ വെക്കുന്നേ? ഞാൻ അവനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ച്, ഞങ്ങൾ ഈ മീറ്റിംഗ് തീർന്നു കഴിഞ്ഞിട്ടും നിങ്ങളുടെ ആ ചെറിയ റൂമിനകത്ത് ഭയങ്കര ബഹളം കേട്ടല്ലോ. അന്നേരം അവൻ എന്നോട് പറഞ്ഞൊരു വാദമുണ്ട്, ഞങ്ങൾ ബഹളം വെച്ച സച്ചിൻ 6 അടിച്ചിട്ടാന്ന്. എന്തുവാ? ഞാൻ ചോദിച്ചു, സച്ചിൻ 6 അടിച്ചതിന് നീ എന്തിനാ ബഹളം വെച്ചേ? അവൻ പറയേ, എൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ആവേശമാണ്. ഞാൻ പറഞ്ഞു, 15 മിനിറ്റ് മുമ്പ് നീ കണ്ടത് എൻ്റെ ആവേശമാ. Jesus. Hallelujah. Amen. Jesus. അത് നിന്റെ ആവേശമല്ല, എന്നെ വീണ്ടെടുത്തതിന്റെ ആവേശമാ, എന്നെ രക്ഷിച്ചതിന്റെ ആവേശമാ. ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയാ, ഞങ്ങൾ ഇവിടെ തൊണ്ട പൊട്ടി ഇത് പറയുന്നതിന്റെ കാരണം, ഒരാള് പോലും വെറുതെ ഈ ഡോറ് തുറന്ന് തിരിച്ചു പോകരുത്. ഇന്ന് പകലിൽ വെളിപ്പെട്ട വചനം നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ബിസിനസിന്റെ മേൽ, സകലത്തിന്റെ മേലും സകലയിടത്തും ഇത് വ്യാപരിക്കണം. അതുകൊണ്ടാ ഒന്നും കിട്ടിയില്ലെങ്കിലും പറയണം, വാഗ്ദത്തകാലം വന്നു. അഭിഷക്തനെ ഞാനങ്ങ് പറയാം, വാഗ്ദത്തകാലം വന്നപ്പോൾ ചുറ്റിയതിനെയെല്ലാം, വെട്ടിയതെല്ലാം, ഞാൻ പിന്നെ ആവർത്തനം വിരസതയോടെ ഇവിടെ നിൽക്കും, വെട്ടിയതെല്ലാം, കെട്ടുപോയതും പട്ടുപോയതും പറയണം. കെട്ടുപോയതും ഈ വാക്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴാണ് ഈ ഓർഗൻസ് ഒക്കെ കയറി വരുന്നത്. മണ്ണിൽ കെട്ടുപോയതും മണ്ണിൽ പട്ടുപോയതും വാഗ്ദത്തകാലം വരുമ്പോൾ തിരിച്ചു വരും. Oh, Jesus. Hallelujah. Yes. അതറിയണമെങ്കിലേ നീണ്ട 24 വർഷം ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്ന 89 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചിയോടോ 99 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചനോട് ചോദിക്കണം, വാഗ്ദത്തകാലം വന്നാൽ എന്ത് സംഭവിക്കും? എനിക്കറിയില്ല, പക്ഷേ അസാധാരണ ദൈവശക്തി. നിങ്ങൾക്കറിയത്തില്ല, ഞാൻ പറയാം.
നിങ്ങൾക്കറിയത്തില്ല, ഞാൻ പറയാം. വാഗ്ദത്ത കാലം വന്നാൽ എന്ത് സംഭവിക്കും? തെളിവ് തരാം. എനിക്കറിയില്ല, പക്ഷെ ഞാൻ ശേഷിപ്പ് പ്രസംഗിക്കാൻ വീണ്ടും മെസ്സേജ് മാറുവോ? നിങ്ങൾ തിരുവചനം വായിച്ചു നോക്കിക്കേ. 89-ാമത്തെ വയസ്സിൽ അബ്രഹാമിന്റെയും സാറയുടെയും വീട്ടിൽ 3 ദൂതന്മാർ കയറുകയാണ്. ദൂതന്മാർ പറയുന്നൊരു ദൂതുണ്ട്, നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കും. ശ്രദ്ധിക്കണം, ഇനി ശ്രദ്ധിക്കേ. ദൂത് കേട്ട സാറ കമന്ന് കടന്ന് ചിരിച്ചു. സാധ്യതയില്ല. നിങ്ങൾ വായിച്ചു നോക്കിക്കോ. 18-ൽ ദൂതൻ കയറുന്നു. 20-ാം അധ്യായത്തിൽ സാറയെ അബീമേലെക്ക് പിടിച്ചോണ്ട് പോകും. നിങ്ങൾ വചനം വായിക്കുമ്പോൾ അതിന്റെ റൂട്ടർ ഇന്ന് പകൽ ഇല്ലാത്ത ഓർഗൻസ് ഒക്കെ കയറി വരും. ഞാൻ ലിറ്ററലി വചനം പ്രസംഗിക്കുമ്പോൾ ലിറ്ററലി എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ദൈവം ചിലത് സൃഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 18-ൽ ദൂതൻ കയറുമ്പോൾ തൊക്ക് ചുളുങ്ങി തങ്ങൾക്ക് തന്നെ പ്രതീക്ഷയില്ലാത്ത അമ്മച്ചി സാറ. പക്ഷെ 20-ാം അധ്യായത്തിൽ അബീമേലെക്കിന് മോഹം വരുന്ന സാറ ദൂത് പറയാ, നിന്റെ വാഗ്ദത്ത കാലം വരുമ്പോ നിന്റെ ശരീരം റിവൈൻഡ് അടിക്കും. ഓ, ഇന്ന് പകലിൽ ആരുടെയൊക്കെ ശരീരത്തിനകത്തേക്ക് ദൈവവചനത്തിന്റെ ശക്തി തീ പോലെ ഇന്ന് പകലിൽ ഞാൻ ഈ സഭയുടെ പദം മാത്രമാണ് പറയുന്നത്. നിന്റെ വാഗ്ദത്ത കാലം വന്നോ, നിന്റെ വാഗ്ദത്ത കാലം വന്നോ. ഇന്ന് പകലിൽ ആ രോഗശക്തികളൊക്കെ കീഴടങ്ങട്ടെ, രോഗത്തിന്റെ ശക്തികളൊക്കെ കീഴടങ്ങട്ടെ. ഡോക്ടർമാര് പറഞ്ഞ റിസൾട്ടുകളൊക്കെ തിരിയട്ടെ. എനിക്ക് അത്ഭുതമാ. 18-ൽ അമ്മച്ചി, 20-ൽ പെങ്കൊച്ച്. ഞാനല്ല പറഞ്ഞേ, വചനമാ. ഞാൻ പറഞ്ഞ കാര്യമല്ല. വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷം മക്കളില്ലാത്ത ഒരാൾ എന്റെ മുമ്പിൽ വന്നു. മക്കളില്ലെന്ന് ഞാൻ അറിഞ്ഞ എങ്ങനെയാണെന്നറിയോ? നമ്മുടെ അനി ജോർജ് ഭാഷയുടെ ഒരു വലിയ മീറ്റിംഗ് നടക്കുമായിരുന്നു. പ്രസംഗിച്ചുകൊണ്ട് ചെന്നപ്പം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി എല്ലാം അങ്ങ് പ്രാർത്ഥിച്ചേക്കാൻ. ഇദ്ദേഹത്തിനെ കണക്ക് ഇങ്ങനെ പേര് പറഞ്ഞ് സ്പെഷ്യലൈസ് ചെയ്ത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് മൊത്തത്തിലൊരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു. ഈ കൂടിയത് ചിലത് പിടിക്കാനാ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞു, ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ലേഡി നിപ്പുണ്ടായിരുന്നു, ആ സ്ത്രീയൊക്കെ വേണ്ടി തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തലേ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധമാവ് പറഞ്ഞു, ഏറ്റവും പുറകിൽ ഒരു അച്ചായി നിപ്പുണ്ട്, അവനെയും കൂടി ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞു. രണ്ടുപേരെയും വിളിച്ച് കൈ ഓർത്ത് നിർത്തിയപ്പോൾ അനി ജോർജ് ഭാഷ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനൊരു നോട്ടം പണി പാളി. പക്ഷെ അവരോട് പറഞ്ഞൊരു ദൂതുണ്ട്, വിളിച്ചന്വേഷിക്കാം, ഇന്നും അതുണ്ട്. അവരോട് പറഞ്ഞൊരു ദൂതുണ്ട്, ഇന്ന് തിരിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പം ഒരാൺകുഞ്ഞിനുള്ള ഒരു ഡ്രസ്സ് മേടിച്ചോണ്ട് വീട്ടിൽ പോകാം. പ്രവചനം കേട്ടാലേ ഗ്ലോറി. ചിലരോട് പ്രവചനം പറഞ്ഞു വിടും, അവരാ പ്രവചനം കേട്ടിട്ടങ്ങ് എന്ത് ചെയ്യും? പ്രവചനത്തിന് പ്രതികരിക്കുന്നവനെ റിസൾട്ട് കാണത്തുള്ളൂ. അവര് ഞാൻ പറഞ്ഞത് കാര്യമായിട്ടങ്ങ് എടുത്ത് അവരന്നൊരു കട തുറന്ന് ഒരു കുഞ്ഞിനുള്ള ഡ്രസ്സ് മേടിച്ചു പോയി. ഒരു 6 മാസം കഴിഞ്ഞ്, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, പത്തനംതിട്ടയിൽ മരിച്ചുപോയ സന്തോഷ് മല്ലശ്ശേരി എന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നടത്തിയ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ കാണാം, പത്തനംതിട്ട ട്രാഫിക്കിൽ വെച്ചൊരു കോള് വന്ന് കഷ്ടകാലത്ത് ഞാൻ എടുത്ത് പോലീസും പിടിച്ച്. ആര് പിടിച്ച്? എന്നോട് പറഞ്ഞ് വണ്ടി അങ്ങോട്ട് മാറ്റി നിർത്ത്. ഞാൻ പറഞ്ഞു അബദ്ധം പറ്റിയതാ. അബദ്ധമൊക്കെ പിന്നെ പറയാം, SI സാർ പുറകിന് വരുന്നുണ്ടെന്ന്. വണ്ടി മുന്നോട്ട് മാറ്റി നിർത്തി, ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി. SI ചാടി ഇറങ്ങി വന്ന്, ആരാ ട്രാഫിക് തെറ്റിച്ചെന്ന് പറഞ്ഞ് എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട്, പാസ്റ്ററെ എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു സന്തോഷമായിട്ടിരിക്കുന്നു.
ഞങ്ങളുടെ ചർച്ചയിൽ വന്ന് ഞങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. ഞാനങ്ങ് നെഞ്ചങ്ങ് വിരിച്ച് എന്നോട് സാറേ സന്തോഷമായിട്ടിരിക്കുന്നു. എന്നോട് ചോദിച്ചു, പക്ഷേ ട്രാഫിക് നിയമം ലംഘിച്ചോ? ഞാൻ പറഞ്ഞു റെഡ് ലൈറ്റും പൊട്ടിച്ചു, മൊബൈലും വിളിച്ചു. അന്നേരം 5 ഉം 5 ഉം 10. SI സാറ് പുറകിനാണ് വരുന്നത്. ASI GP വന്ന് SI സാറ് പുറകിന് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ എഴുതാൻ നേരത്ത് മറ്റേ സാറ് പറഞ്ഞു, സാറേ ഞങ്ങളുടെ പാസ്റ്ററാ. ആ പാസ്റ്റർമാരൊക്കെ ഇല്ലേ നിയമം കറക്റ്റായിട്ട് അനുസരിക്കണ്ടേ? പുള്ളി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, പുള്ളി അങ്ങനെ നിയമമൊന്നും ലംഘിച്ചിട്ടില്ലെന്ന്. പിന്നെ എൻ്റെ വണ്ടിയുടെ നമ്പരൊക്കെ എടുത്ത് നോക്കി ലംഘിച്ചിട്ടുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, അബദ്ധം പറ്റിയതല്ല, ഈ ദൂത് പറഞ്ഞതിൻ്റെ റിസൾട്ട് കേട്ടപ്പോൾ അന്തം വിട്ടു പോയതാ. എന്നെ വിളിച്ചത് ആരാന്നറിയാവോ? അന്ന് ആ ഉടുപ്പ് മേടിച്ചുകൊണ്ട് പോയ കുടുംബമാ. അവർ ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാകാം. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 12 വർഷം നടക്കാത്തത് ഒറ്റ ദൂതിനകത്ത് ഈ പ്രവാചക ശബ്ദത്തിന് പൊളിക്കാനും പറ്റും, പണിയാനും പറ്റും. അതുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ മെസ്സേജിനകത്ത് ഈ പ്രവാചക ശബ്ദം ഇടകലരുന്നത്. ജനിച്ചതിന്റെ പ്രോബ്ലമാ, ജനിച്ച കുടുംബത്തിന്റെ വിഷയമാ. ഏത് മെസ്സേജ് എടുത്താലും അത് പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആയിട്ട് ഇറങ്ങി വരത്തുള്ളൂ. ആമേ. വാഗ്ദത്തകാലം വന്നാൽ വിലപ്പെട്ടേ പോകാവൂ. ഈ ഡോക്ടർമാർ പറയുന്ന സർട്ടിഫിക്കറ്റോ ഡോക്ടർമാർ പറഞ്ഞു ഇവിടുത്തെ അച്ഛൻ വചനം പറയുന്നതാ സത്യം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്? എല്ലാരും പറ, വചനം പറയുന്നതാ സത്യം. ഓ, അത് പറഞ്ഞാൽ തന്നെ ഒരു വിടുതലുണ്ടെന്ന് പറ. വചനം പറയുന്നതാ സത്യം. ദൈവവചനം എന്തു പറയുന്നു അതാ സത്യം. അതുകൊണ്ട് വാഗ്ദത്തകാലം വന്നാൽ ദ്രവിച്ചതൊക്കെ തിരിച്ചു വരും. എല്ലാരും പറ, വാഗ്ദത്തകാലം വന്നാൽ ദ്രവിച്ചതെല്ലാം തിരിച്ചു വരും. വാഗ്ദത്തകാലം വന്നാൽ കെട്ടുപോയതും പട്ടുപോയതും തിരിച്ചു വരും. ഇത് ഏതോ കുടുംബത്തോടുള്ള പ്രവചന ശബ്ദമാണ്. നീ ആത്മാവിലെ ദൂതിനെ കയറി പിടിക്കും. ഇന്നും കിളയ്ക്കാൻ പോകുന്നൊരു അപ്പൻ്റെ മോനാ ഞാൻ. ഇന്ന് രാവിലെ പോയി കാണത്തില്ല, സൺഡേ ആയതുകൊണ്ട് പുള്ളി പോത്തില്ല. പുള്ളി പക്ക ട്രഡീഷണൽ പെന്തക്കോസാ. സാമച്ചമാർ ചർച്ചിലെ ആദ്യകാല വിശ്വാസികളാണ് ഞങ്ങൾ. അവിടുത്തെ ട്രഡീഷണൽ വിശ്വാസിയാ പുള്ളി. കറക്റ്റ് ദശാംശമാണ്. അതിൽ കൂടുതൽ ഒരു ഞാൻ കൊടുക്കത്തുമില്ല. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. എൻ്റെ അപ്പൻ ഒരു കിളയ്ക്കാൻ പോകുന്നൊരു അപ്പൻ്റെ മോനായതുകൊണ്ട് ഒരിക്കൽ എൻ്റെ ഫാദർ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു മരത്തിന് മുകളിൽ കയറി അവിടുന്ന് വീണ് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പം 9ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ പഠിത്തം നിർത്തിയതാണ്. ഞാൻ റബ്ബർ കട ഷീറ്റ് കഴുകാൻ പോയിട്ടുണ്ട്. 143 പത്രം എറിയാൻ പോയിട്ടുണ്ട്. അന്ന് പത്രം എറിഞ്ഞ വീട്ടുകാർക്കെല്ലാം ഇന്നും എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ ഒറ്റ നാന അടിച്ചു മാറ്റിയിട്ടില്ല, ഒറ്റ ബാലരമ അടിച്ചു മാറ്റിയിട്ടില്ല. ഞാൻ എറിയുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. വനിത ഇട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ ഈ 143 പത്രം എറിഞ്ഞ 143 വീടും എനിക്കറിയാം. ഞാൻ അങ്ങനെ പത്രം എറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബൈജു കാട്ടാക്കട എന്ന് പറഞ്ഞൊരു ദൈവദാസനുണ്ട്, ഒരു പ്രവാചകൻ. ഒരിക്കൽ അഞ്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സക്രിയ ഡോക്ടറിന്റെ വീട്ടിൽ വെച്ച് നടന്നൊരു പ്രയറിനകത്ത് ഏറ്റവും പുറകിൽ പോയി ഇരിക്കുമ്പോൾ, ഇന്നത്തെ എന്നെ നിങ്ങൾ അന്ന് പ്രതീക്ഷിക്കരുത്. സത്യം പറഞ്ഞ കമ്പിനകത്ത് തുണി ചുറ്റി അതിനേക്കാട്ടിലും രസമാണ്, അതിനേക്കാട്ടിലും മോശമായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുന്ന എന്നെ അജാനബാഹു പോലുള്ള ഈ മനുഷ്യൻ വന്ന് കൊങ്ങയ്ക്ക് പിടിച്ചങ്ങ് പൊക്കി. ഇങ്ങനെ ഇങ്ങനെ കോളറിന് പിടിച്ചങ്ങ് പൊക്കി. എനിക്ക് ശ്വാസം വിടാൻ പറ്റത്തില്ല ഇങ്ങനെ ഇരിക്കുന്നത്. പുള്ളിയാണെ കണ്ണെല്ലാം കൂടെ തെള്ളി ഇത്രയുണ്ട്. എന്നിട്ട് എൻ്റെ ചിന്ത മുഴുവൻ പോയത്, എൻ്റെ തമ്പുരാനെ എന്തൊക്കെയോ പറയാൻ, അല്ലെ ഞാൻ ഇരുന്നത് ഈ മനുഷ്യന് ഇഷ്ടപ്പെട്ട് കാണാം. പണ്ട് ഞങ്ങൾക്ക് പേടിയ പ്രവാചകന്മാരെ ഭയമായിരുന്നു, പേടിയുള്ള കാലമാണ്. എന്നിട്ട് എൻ്റെ ചിന്ത മുഴുവൻ പോയി, ഇന്ന് എൻ്റെ ജീവിതം ഇവിടെ തീർന്നു. ഈ പുള്ളി എൻ്റെ കൊങ്ങയ്ക്കെല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് പിടിച്ചിട്ട്
ആദ്യത്തെ ദൂത്. ഇന്ന് നീ ലോകത്തിന്റെ പത്രം എറിയുന്നു. എനിക്ക് ആശ്വാസമായി. ആർക്കും അറിയത്തില്ലായിരുന്നു, പക്ഷെ ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി. വാഗ്ദത്തകാലവാ. Amen. Jesus. Hallelujah. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം. എന്താ പ്രവാചകനെ മുന്നിലിരുത്തി പറയാം, ദൈവം ഒരു കാര്യം റിവീൽ ചെയ്യുന്നെങ്കിൽ ഓർത്തോണം, പുറകിൽ അത്ഭുതമുണ്ട്. അയ്യോ, ഇവർക്ക് മനസ്സിലായില്ല. നിന്റെ കുടുംബത്തെ കുറിച്ച് ഒരു കാര്യം ദൈവം ഇടപെടുന്നെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ പുറകിൽ ഒരു മിറക്കിൾ ഉണ്ട്. ദൈവം ഒരു കാര്യം റിവീൽ ചെയ്താൽ അതിന്റെ പുറകിൽ അത്ഭുതം വരും. അല്ല, ചുമ്മാതെ പേര് വിളിക്കുക, ചുമ്മാതെ ദൂത് പറയാൻ ചെയ്യത്തില്ല. എന്നാ പിന്നെ വരുന്നവരോടെല്ലാം അങ്ങ് പറഞ്ഞു വിട്ടുകൂടെ? ചിലരെ പിടിക്കൂ. വരുന്നെങ്കിൽ ഓർത്തോണം. ഇന്നിപ്പോഴും ഒരു ബ്രദറിനെ കൊണ്ടുവന്ന് അഭിഷേകം പ്രാർത്ഥിച്ചു. 100% ദൈവം ഒരു കാര്യം റിവീൽ ചെയ്താൽ മിറക്കിൾ ഉറപ്പാ. Amen. Jesus. Hallelujah. ദൈവം ഒരു കാര്യം ഇടപെടുന്നുണ്ടെങ്കിൽ നീ അടിവരയിട്ട് എഴുതിയിടണം, ഇതിന്റെ പുറകിൽ ഒരു അത്ഭുതം കിടപ്പുണ്ട്. അബ്രഹാമേ, സാറേ, ദൂതൻ കയറിയോ, നീ അടിവരയിട്ടോ, ഇല്ലാത്ത ചിലതോളമായി വരും. എന്റെ കൊങ്ങയ്ക്കെല്ലാം കൂടെ പിടിച്ച് മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞോണ്ട്, അല്ലെ ഇപ്പൊ ഞാൻ മെസ്സേജിലോട്ട് കയറിയാനേ. കൊങ്ങയ്ക്കെല്ലാം കൂടെ പിടിച്ച് ആദ്യത്തെ ദൂത്, ഇന്ന് നീ ലോകത്തിന്റെ പത്രം എറിയുന്നു. അദ്ദേഹം പറഞ്ഞ അടുത്ത പദം എന്താണെന്നറിയോ? നാളെയുടെ ദിനങ്ങൾ. അന്നത്തെ പ്രവാചക ശൈലി, ഇന്നത്തെ ശൈലിയല്ല. നാളെയുടെ ദിനങ്ങൾ നിന്നെ ഞാൻ എന്റെ പത്രമാക്കും. Amen. Jesus. Hallelujah. അടുത്ത ദൂത്, പരിശുദ്ധാത്മാവ് നിന്നെ എറിയും. അതാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ദൈവം ഒരു കാര്യം റിവീൽ ചെയ്യുന്നെങ്കിൽ പുറകിൽ അത്ഭുതമുണ്ട്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ ആരോടൊക്കെയോ ഞാൻ പറയുക, നിന്റെ വാഗ്ദത്ത കാലം വന്നിട്ടുണ്ട്. നീ ഇനി പരാജയപ്പെടത്തില്ല, നീ ഇനി തകർന്നു പോകത്തില്ല, ഇനി നീ കാല് വെക്കുന്നതൊന്നും പരാജയപ്പെടത്തില്ല. എന്നോട് എന്റെ ദൈവം പറയുന്നു, ചിലതിന്റെ കരത്തെ വീണ്ടും എഴുതാൻ ദൈവം ബലപ്പെടുത്താൻ പോവുകയാ. രണ്ട് മൂന്ന് കാര്യങ്ങൾ ദൈവം എനിക്ക് റിവീൽ ചെയ്യുന്നു ഇതിനകത്ത്. ഒന്ന്, ഹോട്ടലുമായി ബന്ധപ്പെട്ട ഒരാളല്ല, ഇനിയും ചിലതിനെ ദൈവം തൊടാൻ പോകുകയാ. എന്തോ പരിശ്രമം എന്നോട് പറയുന്നു കേട്ടോ. പക്ഷെ ഒരാളല്ല, ഹോട്ടലുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലിയും കൂടി ഇതിനകത്ത് ഇരിപ്പുണ്ട്. ദൈവം തൊടും. രണ്ട്, എഴുത്തുമായി ബന്ധപ്പെട്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെയും കൂടെ ദൈവം ഇതിനകത്ത് തൊടുന്നുണ്ട്. ഇനി നീ എഴുതും. തമ്പുരാൻ എന്നോട് പറഞ്ഞു, ഇനിയും നീ എഴുതും. അത് കേരളത്തിന്റെ അതിര് വിടും, അത് കർണാടകയിൽ കയറും, അത് ബോംബെയിൽ കയറും, അത് ചില ഭാഷകളിലേക്ക് കയറും. ദൈവം ഇടപെടുന്നു. എനിക്കറിയില്ല, നിന്റെ ടൈമാ, നിന്റെ വാഗ്ദത്ത കാലമാ. ഈ ദൂതിനെ നീ പിടിക്കണം. നിന്റെ വാഗ്ദത്ത കാലമാ. പക്ഷേ ഇവരൊന്നുമല്ല. ഹോട്ടലുമായി ബന്ധപ്പെട്ട് വീണ്ടും എന്തോ ഇവരാരും, ഞാൻ ഇവരൊന്നും അല്ല. ദൈവം എന്നെ കാണിക്കുന്നത് ഹോട്ടലുമായി ബന്ധപ്പെട്ട് എറണാകുളം പട്ടണത്തിനകത്ത് പ്രൗഢിയോടെ നിൽക്കുന്ന ചില ഹോട്ടലുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ചിലതിനെ നീ ക്യാച്ച് ചെയ്യാൻ പോകുകയാണ്. എന്തോ ഇതിനകത്ത് ഭയങ്കര ദൈവത്തിന് മിറക്കിൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. വാഗ്ദത്തകാലം, എല്ലാവരും പറ, വാഗ്ദത്തകാലം പറ. എന്റെ വാഗ്ദത്തകാലം വന്നത് കൊണ്ട് എന്നെ ചുറ്റിയതിനെ എല്ലാം ഞാൻ കൊടഞ്ഞു കളഞ്ഞ്.
പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, അഭിഷേകം വ്യാപരിക്കുന്നതാ. അഭിഷേകം വ്യാപരിക്കുന്നതാ. ഞാൻ ഈ ചർച്ചിനകത്ത് നിൽക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഹോട്ടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില വലിയ ഗ്രൂപ്പുകളുമായി ഈ സഭ കണക്ട് ആവാൻ പോകുക. Amen. Jesus. Hallelujah. ബ്രദറെ, നിങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളെ വിരൽ ചൂണ്ടി ഞാൻ ആത്മാവിലൊരു കാര്യം, നീ എഴുതണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നീ എഴുതണമെന്ന് പരിശുദ്ധാത്മാവ് പറയും. എനിക്കറിയില്ല. നീ എഴുതണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നീ എഴുതണം. നീ എന്തൊക്കെയോ ചെയ്തു, പക്ഷെ എല്ലാം പരാജയമാണ്. ഒന്നിലും നിനക്കൊരു പരിധിക്കപ്പുറം നിനക്ക് കയറാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് പകല് ദൈവം പറഞ്ഞു, നിന്റെ സീസൺ ഓപ്പൺ ആവുകയാ. നിന്റെ സീസൺ ഓപ്പൺ ആവുകയാ. നീ എഴുതിക്കോളാൻ ആത്മാവ് ഇടപെടുന്നു. നിന്റെ എഴുത്ത് മേടിക്കാൻ ആൾക്കാർ വരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവാത്മാവ് നിങ്ങളെ വിരൽ ചൂണ്ടുന്നു. ഈ പകലിൽ നീ എഴുതണം. ഞാൻ ആത്മാവിൽ കാണുന്ന ഒരു കാഴ്ച, നീ ഫിലിം ഇൻഡസ്ട്രിയുമായി എന്തോ ബന്ധം നിനക്കുണ്ട്. നിനക്ക് അതിനകത്തുനിന്ന് ഒരു തലമുറയെ ഇതിനകത്ത് കൊണ്ടുവരാൻ നിനക്ക് പറ്റും. ഞാൻ ഇതിനകത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധമായി എന്നെ വ്യക്തമായിട്ട് കാണിക്കും, നീ ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് നിനക്ക് എന്തോ ഒരു ബന്ധമുണ്ട്. പക്ഷെ നീ ചവിട്ടിയടവെല്ലാം പിടിവള്ളി വിട്ടതുപോലെ നിൽക്കുകയാ. പക്ഷെ നിന്റെ അകത്ത് എന്നോട് ദൈവം പറയുന്നു, 6 മാസത്തിനിടയിൽ ഒരു വെളിച്ചം നിനക്ക് അടിച്ചിട്ടുണ്ട്. ആ വെളിച്ചം നിന്നെ നയിക്കാൻ പോകുകയാ. നീ അടിവരയിട്ട് ഈ ദൂതെഴുതിക്കോ, നീ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ചിലത് വാങ്ങിക്കും. കർത്താവ് എന്നോട് പറയും, പ്രാർത്ഥിക്കണം, യേശുവിനെ മുറുകെ പിടിക്കണം. നിന്നിൽ കൂടെ ദൈവത്തിന് വലിയ കാര്യം ചെയ്യാനുണ്ട്. നിന്നിൽ കൂടെ വലിയ കാര്യം ദൈവത്തിന് ചെയ്യാനുണ്ട്. ദൈവം എന്നെ കാണിക്കുന്നു, നിനക്ക് വലിയ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സെക്കുലർ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലതിനെ നീ ഇതിനകത്ത് കൊണ്ടുവരും. എന്തോ ഒരു ഭയങ്കര അന്തരീക്ഷം ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് പുതിയത് സൃഷ്ടിക്കപ്പെടുന്ന പകലായി. ഇന്ന് വരെ നിന്റെ അകത്തില്ലാത്ത ചിലത് സൃഷ്ടിക്കപ്പെടുന്ന പകലായി. നിനക്കൊരു വലിയ, നിന്റെ മുൻപിൽ ഒരു വലിയ വാതിൽ കിടപ്പുണ്ട്. നിനക്ക് ചിലരിലേക്ക് ചെന്ന് കയറാൻ എളുപ്പമാ, ചിലർ നിന്നിലേക്ക് വരാൻ എന്തോ. ഞാനൊരു വേടുമായി, എനിക്കറിയാം ഈ വചനം ഇങ്ങനെ തിരിയുമ്പോഴേ എനിക്കറിയാം ഇതിനകത്തൊരു കണക്ഷൻ. വാഗ്ദത്തകാലം വന്നപ്പോൾ മോശയ്ക്ക് തന്റെ ജനത്തെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്റെ വാഗ്ദത്തകാലം വരുമ്പോ ഇന്നു വരെ നിന്നെ കാണാൻ കൂട്ടാക്കാത്ത ചിലത് നിന്നെ കാണാൻ വരാൻ പോവാ. ഈ ദൂതനെ പിടിക്കാം. ഇന്നു വരെ നിന്നെ കാണാൻ കൂട്ടാക്കാത്ത ചിലത് നിന്നെ കാണാൻ വരാൻ പോകുകയാ. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഇന്ന് പകലിൽ ഇതിനകത്തൊരു അസാധാരണ അന്തരീക്ഷം ഇതിനകത്തുണ്ട്. എല്ലാരും ഒന്ന് പറഞ്ഞേ, വാഗ്ദത്തകാലം, വാഗ്ദത്തകാലം, വാഗ്ദത്തകാലം വന്ന കെട്ടുകൾ അഴിയും, വെട്ടിയത് തിരിച്ചു വരും. പറ, കെട്ടുകൾ അഴിയോ. ഇസ്രായേൽ മക്കളോട് ചോദിച്ചു നോക്ക്, വാഗ്ദത്തകാലം വന്നാൽ എന്ത് സംഭവിക്കുമെന്ന്. അവര് പറയും, വാഗ്ദത്തകാലത്തിന്റെ കാറ്റടിച്ച അടിമകൾ ഒറ്റ രാത്രി കൊണ്ട് ഉടമകളാ.
Jesus. അതാ ഭാഷ Hallelujah. പറഞ്ഞേ, ഒരു വാക്ക് മതി നിന്റെ ഗതി മാറാൻ. നമ്മൾ ചിന്തിക്കും രക്ഷപ്പെടാൻ പുളിങ്ങൊമ്പൊന്നും വേണ്ട, രക്ഷപ്പെടാൻ വാഴത്തണ്ട് കിട്ടിയാലും മതി. ചിലർ പറയും രക്ഷപ്പെടണം എന്ത് വേണം? ഞാൻ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച എന്താന്ന് പറയാ, ഈ വാക്തത്വം ഉള്ളവന് രക്ഷപ്പെടാൻ കപ്പലും വേണ്ട, ബോട്ടും വേണ്ട, വള്ളവും വേണ്ട, അതിന്റെ ഒരു പീസ് പലക മതി. അവിടെ കിട്ടിയില്ല. അതുകൊണ്ട് വെളിപ്പാട് കിട്ടിയവൻ എഴുതി വെച്ച യഹോവ എന്റെ പരിചയം പലകയുമാണ്. ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയാം, രക്ഷപ്പെടാൻ നിനക്കൊരു പലക കിട്ടിയാൽ മതി, നീ രക്ഷപ്പെട്ടിരിക്കും. ഇന്ന് പകലെ എന്തോ ദൈവം ഇതിനകത്ത് ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ കർത്താവിനെ കയറി പിടിച്ചാൽ മതി കേട്ടോ. പറ, കർത്താവിനെ പിടിച്ചാൽ മതി. കർത്താവിനെ പിടിച്ച കാര്യമെല്ലാം നടക്കും. അഭിഷക്തൻ പറഞ്ഞ പോലെ ഒത്തിരി വാക്കൊന്നും വേണ്ട, ഒരു വാക്ക് മതി നിന്റെ ഗതി തിരിയാൻ. എന്തിനു പറഞ്ഞു? ഒരു എൻകൗണ്ടർ എങ്ങാനും കിട്ടിയാൽ പിന്നെ നിന്നെ നോക്കണ്ട. ഈ ലൈവ് പോകുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഈ 2 വർഷത്തിനുള്ളിൽ എനിക്ക് കുറെ എൻകൗണ്ടർ അടിച്ചായിരുന്നു. ഇത് പറഞ്ഞാൽ ചിലപ്പോ നാളെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്താവുണ്ട്. ഇത് വെറുതെ പറഞ്ഞത്, ഞാനിത് വെറുതെ ചുമ്മാതെ പ്രസംഗിക്കാൻ കയറിയതല്ല. ഞാൻ എന്റെ സീസൺ വാഗ്ദത്ത കാലത്ത് നിൽക്കുന്നുണ്ട്, എന്റെ അനുഭവം ഞാൻ വിളിച്ചു പറയണേ. ഈ കോവിഡിന്റെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മടുത്ത്. അമ്മ പറഞ്ഞ പദം എന്ത് ചെയ്ത്? മടുത്ത്. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? ക്രിസ്ത്യ ജീവിതം മടുത്തെന്നാണോ? കാരണം ഇറങ്ങിയിട്ട് 10-32 വർഷമായി. ഞങ്ങൾ ആ മാന്നാർ വള്ളക്കാലി വലിയ സംഭവമൊക്കെ ഉള്ളിടത്തും ഞങ്ങളുടെ അമ്മയൊക്കെ ഇറങ്ങി വരുന്നത്, വാണിയപ്പുരയ്ക്കാന്ന് ഇറങ്ങി വരുന്നേ. അമ്മ എന്നോട് പറഞ്ഞു മടുത്തെന്ന്. ഞാൻ ചോദിച്ചു എന്തോ മടുത്ത്? അമ്മ പറഞ്ഞ് ഈ വാടകയ്ക്ക് മാറി മാറി മടുത്തെന്ന്. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? വിഷമമായോ? ഞാനങ്ങനെ ചോദിച്ചേ. എന്നോട് പറഞ്ഞു മടുത്തടാ, ഇവിടുന്ന് മാറാൻ പറഞ്ഞ്. വാടക മാറി മടുത്തവരൊക്കെ ഒന്ന് കര ഉയർത്തി. എൻ്റെ പൊന്നോ, എൻ്റെ വാക്തത്ത കാലം അടുത്ത്. നമ്മളെന്നാ ചിലർ പറയും, ഈ ബേസിക് നീഡ്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയേ പറ്റൂ. സഞ്ചരിക്കാൻ ഒരു വാഹനം വേണം, കിടക്കാൻ ഒരു വീട് വേണം, ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കണം. ഇതൊക്കെ ദൈവം എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ളതാ. ഞാൻ ചോദിച്ചു എന്തോ പറ്റിയമ്മേ? അമ്മ പറഞ്ഞു മടുത്തടാ. കോവിഡ് കൂടെ വന്നപ്പോഴത്തേക്ക് മനസ്സൊന്നുകൂടെ എന്ത് ചെയ്തു? കാരണം ഈ കോവിഡ് ഒരുപാട് പേരുടെ മനസ്സിനെ എന്ത് ചെയ്ത് കളഞ്ഞു? മടിപ്പിച്ചു. പക്ഷെ പ്രാർത്ഥിച്ചവൻ്റെ അല്ല, മനസ്സിനെ അങ്ങ് ഉണർത്തി. ആമേ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ലൈഫിൻ്റെ മുഴുവൻ ബ്ലെസ്സിങ്ങും വന്നത് ഈ 2 വർഷത്തിലാണ്. എന്തിനു വന്ന് എനിക്ക് കുഞ്ഞുണ്ടായത് വരെ ഈ സമയത്താണ്. ഈ പ്രാർത്ഥിക്കുന്നവന്റെ റൂട്ട് വേറെയാ. പിടികിട്ടി എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? അത് ഈ ഹാമാനോട് ഹാമാന്റെ ഭാര്യ, ഈ ഹാമാന് വെളിപ്പാടില്ലായിരുന്നു, പക്ഷെ ഭാര്യയ്ക്ക് വെളിപ്പാടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ട്, വേദപുസ്തകത്തിൽ അങ്ങനെ ഉണ്ട്. ഹാമാൻ എന്തില്ലായിരുന്നു? വെളിപ്പാടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആർക്ക് വെളിപ്പാടുണ്ടായിരുന്നു? ഇയ്യോബിന് വെളിപ്പാടുണ്ടായിരുന്നു, പക്ഷെ ഭാര്യയ്ക്ക് എന്തില്ലായിരുന്നു? അങ്ങനെയുണ്ട്. ഗ്ലോറി. ഹാമാൻ ഇങ്ങനെ വലിയ തന്ത്രമൊക്കെ മെനഞ്ഞ് വലിയ കഴിമരമൊക്കെ ഒരുക്കി ഹാമാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭാര്യ ഹാമാനെ വിളിച്ചിട്ട് പറഞ്ഞു, വാടാ ചായ, നീ ആരെയാ കൊല്ലാൻ നോക്കുന്നത്? ഹാമാൻ പറഞ്ഞു, എന്നെ കണ്ടിട്ട് ഒരുത്തൻ എഴുന്നേക്കുന്നില്ല. അവൻ എന്നെ കാണുമ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, അവൻ ആരാന്നൊന്ന് പറയാമോ? ഹാമാൻ പറഞ്ഞു, മോർദെഖായി എന്നാ പേര്. ഏതാ? യഹൂദനാ. ഭാര്യ ചിരിച്ചോണ്ട് പറഞ്ഞു, നിന്റെ കാര്യം പോയി. നിന്റെ കാര്യം അതെന്താ? ഹാമാന്റെ ഭാര്യയെ അങ്ങനെ പറഞ്ഞേ, അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ലെന്ന്. അവൻ ആ യഹൂദനായതുകൊണ്ടല്ല അവളത് പറഞ്ഞേ. യഹൂദനൊരു സ്വഭാവമുണ്ട്, അവൻ 3 നേരം ദൈവസന്നിധിയിലിരിക്കും. അർത്ഥം പറയാം, പ്രാർത്ഥിക്കുന്നവനെ ഒന്നും ജയിക്കത്തില്ല. ഞങ്ങളുടെ മമ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴിയൊക്കെ അതിനകത്ത് ചെയ്യാം. ഇടയ്ക്കൂടെ മമ്മി എന്നെ ഒന്ന് കുത്തി. അമ്മമാരാണെങ്കിലും ഇടയ്ക്കൊരു കുത്തൊക്കെ തരും. ഗ്ലോറി. ഞങ്ങളുടെ അമ്മ ഇടയ്ക്കൂടെ എന്നെ ഒന്ന് കുത്തി.
നിന്റെ ഉത്തരവാദിത്വം ഇല്ലായ്മയാ ഇപ്പോഴും ഈ വാടകയ്ക്ക് കിടക്കുന്നതെന്ന്. അന്നേരം ഈ വിഷമവും പറയുകയും ചെയ്യുക, ഇടയ്ക്കൂടെ ഒരു കുത്തൂടെ തരുകയും ചെയ്യുക. ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ചില കുത്തുകൾ ആവശ്യത്തിന് കിട്ടാറുണ്ട്. അത് ഈ കുത്ത് പുറത്തുനിന്നുള്ള കുത്ത് സഹിക്കുക, അകത്തുനിന്ന് കുത്ത് വരുമ്പോഴാണ് പ്രശ്നം. പക്ഷെ അകത്തെ കുത്ത് വരുമ്പോൾ ഓർത്തോണം റിസൾട്ട് പുറകിലുണ്ടെന്ന്. ഞാൻ പറഞ്ഞ അമ്മേ അതെന്തോ ഉത്തരവാദിത്വം ഇല്ലായ്മ എന്ന് പറഞ്ഞേ. അല്ല, നിനക്ക് മനസ്സ് വെച്ചിരുന്ന ഒരു വീടൊക്കെ ഇപ്പം സത്യമോ പക്ഷേ ഞാൻ 2012 യാത്ര ചെയ്യാൻ തുടങ്ങിയ മനുഷ്യനാണ്. 2012 മനസ്സൊക്കെ വെച്ചിരുന്നത് ചെയ്യായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ മനസ്സൊക്കെ മാറിയെന്നെ ഗ്ലോറി. ഞാൻ പറഞ്ഞു അമ്മ ഭാരപ്പെടണ്ട, നമുക്ക് വീടൊക്കെ ദൈവം തരും. അമ്മ എന്നോട് പറഞ്ഞ് ഇപ്പം മീറ്റിംഗ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, കൊറോണയല്ലേ. വീട് തരും. ഞാൻ പറഞ്ഞു അമ്മ തരും. അമ്മ ഇതൊക്കെ പറഞ്ഞില്ല. അമ്മയോട് ഫ്രീ ആയിട്ട് സംസാരിച്ചെങ്കിലും മനസ്സിനകത്തൊരു ചെറിയ പെയിൻ കയറി. കാരണം ഉത്തരവാദിത്തമില്ല. ഞാൻ അന്ന് മുതൽ ദൈവത്തോട് പറയാൻ തുടങ്ങി, തമ്പുരാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല ഒരു വീട് വേണം. പക്ഷേ എനിക്കറിയാം എനിക്ക് മീറ്റിംഗ് ഇല്ല, ഒരു യാത്രയില്ല, ഒരു വഴിയില്ല, വിളിക്കാൻ ആരുമില്ല, പറയാൻ ആരുമില്ല. ഞാനും ഉണ്ട്, എൻ്റെ കൊച്ചുമുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്. പക്ഷേ ഒരു മിറക്കിൾ ഞാൻ പറയാം. വാക്തത്വകാലം വന്നാൽ, വാക്തത്വകാലം വന്നാൽ നീ അധ്വാനിക്കത്തില്ല. ഒന്നുകൂടെ പറഞ്ഞ വേദപുസ്തകത്തിലെ ചില കാര്യങ്ങൾ നടക്കും. വാക്തത്വകാലം വന്നാൽ പിശാച് അടച്ചിട്ട ചില ഉറവകൾ പൊങ്ങി വരും. പിടികിട്ടിയവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആർക്കൊക്കെയോ ചില ഉറവകൾ പൊങ്ങി വരികയോ, ആർക്കൊക്കെയോ ചില ഉറവകൾ പൊങ്ങി വരികയോ, ഏതൊക്കെയോ കുടുംബത്തിന് ചില ഉറവകൾ പൊങ്ങി വരികയോ. യെസ്, ഇന്ന് പകലിലെ ദൂതിനെ പിടിക്ക. ഈ ഇസ്രായേൽ മക്കള്, ഞാനിപ്പം പോകുന്ന റെവലേഷൻ ബേസ് റെവലേഷനോട് ഇങ്ങനെ പോവാ. ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് ഇസ്രായേൽ മക്കളെല്ലാം കൂടെ മോശയോട് പറഞ്ഞു ദാഹിക്കുന്നെന്ന്. എന്തുവാ ഇവരിടയ്ക്കിടയ്ക്ക് പറയുന്ന പരിപാടി, ദാഹിക്കുന്നെന്ന് പറയും. മോശ നോക്കിയപ്പം നേരത്തെ ആണെങ്കിൽ അടിക്കാൻ പാറ ഉണ്ടായിരുന്നു, ഇപ്പൊ അടിക്കാൻ പാറയില്ല. മോശ ഇപ്പുറത്തോട്ട് നോക്കിയപ്പോൾ നേരത്തെ ആണെങ്കിൽ വെട്ടിയെറിയാൻ ഒരു കുളം ഉണ്ടായിരുന്നു, ഇപ്പം കുളവും ഇല്ല, വെള്ളവും ഇല്ല. ഈ ഇതുങ്ങൾക്കാണെ ദാഹിക്കുന്നുമുണ്ട്. പിടികിട്ടുന്ന എത്ര പേരുണ്ട്? ഇത് വാക്തത്വ കാലത്തിന്റെ പ്രത്യേകതയാണ്. അടിക്കാൻ പാറയില്ല, വെട്ടിയെറിയാൻ ഒരു കുളമില്ല, ഒരു വെള്ളമില്ല. പക്ഷെ ജനത്തിന് കുടിച്ചേ പറ്റും. മോശ നിൽക്കുമ്പോൾ മോശക്കറിയാം ഇവിടെ വെള്ളത്തിനുള്ള സാധ്യതയില്ല. പക്ഷെ മോശ കണ്ണടച്ച് മേപ്പോട്ട് നോക്കിയപ്പോ സർവശക്തൻ പറഞ്ഞു, നീ നിൽക്കുന്നതൊരു ഉറവേട മണ്ടയ്ക്ക. പിടികിട്ടുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? അടുത്ത സെക്കൻഡിൽ മോശ ഒരു പദം പറഞ്ഞു, കിണറേ പൊങ്ങിവാ. ഇന്ന് പകലിൽ ഈ മൂവിംഗ് ക്രൈസ്റ്റിനകത്ത് നിന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, എറണാകുളം പട്ടണത്തിനകത്ത് കിടക്കുന്ന മുഴുവൻ ഉറവകൾ, മുഴുവൻ കിണറുകൾ ഇന്ന് പകലിൽ പൊങ്ങിവാ. എന്തോ ദൈവം ഇന്ന് പകലിൽ അത് ഇടപെടുക കേട്ടോ. വാക്തത്വകാലം വരുമ്പോ, വാക്തത്വകാലം വരുമ്പോ പിശാചു മണ്ണിട്ടടച്ചത്, ശത്രു അസൂയ കൊണ്ട് അടച്ചു കളഞ്ഞത്, വാക്തത്വകാലം വരുമ്പോ ചിലത് പൊങ്ങി വരും. നിങ്ങൾ അതിന്റെ റൂട്ട് അറിയണം. മോശ പറയുക, കിണറേ. മോശെ, നീ 4ാം തലമുറയിലെ ചെറുക്കനാ. 400 വർഷത്തിന് പുറകെ വന്ന ചെറുക്ക. 80 വയസ്സുള്ളവനെ ഞാൻ ചെറുക്കാന്നാ വിളിക്കുന്നത്. മോശ മരിക്കുമ്പോൾ 120 വയസ്സാണ്. പക്ഷേ മരണ സർട്ടിഫിക്കറ്റ് എഴുതിയ ഡോക്ടറായ യഹോവ എഴുതി വെച്ചു. മരണ സർട്ടിഫിക്കറ്റ് ആരെ? നേഴ്സല്ല എഴുതിയത്, പൾസൊന്നും നോക്കിയിട്ടൊന്നുമല്ല എഴുതിയത്. മരണ സർട്ടിഫിക്കറ്റ് എഴുതിയ ഡോക്ടറായ യഹോവ എഴുതി വെച്ചു. പുള്ളിയുടെ കണ്ണിനും കുഴപ്പമില്ലായിരുന്നു, ശരീരത്തിനും കുഴപ്പമില്ലായിരുന്നു, നിന്നാ കുഴപ്പമായതുകൊണ്ട് ഞാൻ കൊണ്ടുപോവാ. അത്രേ ഉള്ളൂ. നിങ്ങൾ വായിച്ചു നോക്കിക്കോ. യഹോവ എഴുതിയ സർട്ടിഫിക്കറ്റ്, ഡോക്ടർ സർട്ടിഫിക്കറ്റ് യഹോവയായിരുന്നു. മരണ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്. എൻ്റെ പൊന്നു മക്കളെ, ഇപ്പുറത്തെ പിസ്ക കൊടുമുടിക്കകത്ത് നിന്നിട്ട് അവൻ അപ്പുറത്തെ കനാൻ നോക്കി കണ്ടവൻ. അവന്റെ കാഴ്ചക്ക് 120 ഒരു കുഴപ്പമില്ല.
പക്ഷെ എനിക്ക് വിഷമം എന്നാന്നറിയാവോ, പുള്ളി 120 ചത്തിട്ട് പുള്ളി എഴുതി വെച്ചിട്ട് പോയി മനുഷ്യന് ഏറെ ആയാൽ 80 മാത്രമെന്ന്. അസൂയുള്ളവനായിരുന്നു. കാരണം ഒറ്റ ഒരുത്ത എൻ്റെ ആയുസിനോട് വരല്ലെന്ന്. പുള്ളി 120 പോയത്. പക്ഷെ പുള്ളി എന്തെഴുതി വെച്ച്, മനുഷ്യന് ഏറെ ആയാൽ അങ്ങനെ വേണ്ട മോശം, അങ്ങ് 120 പിടിക്കും. പുള്ളി ഇപ്പുറത്ത് പിസ്കാക്കോട് മുടിക്കകത്ത് നിന്നിട്ട് പുള്ളി എന്ത് ചെയ്തു, വാഗ്ദത്ത ദേശം മുഴുവൻ നോക്കിക്കണ്ടെന്ന. ചുമ്മാ ഒരു പൊട്ട, അല്ലെങ്കിൽ എറണാകുളത്ത് ഏറ്റവും പൊക്കമുള്ള ബിൽഡിങ്ങിനെ വണ്ടേ കയറിയിട്ട് കാക്കനാട് മാത്രം കണ്ടെന്നല്ല, എറണാകുളം മുഴുവൻ കണ്ടെന്ന. വാഗ്ദത്ത നാട് എന്ന് പറഞ്ഞാൽ 12 എണ്ണത്തെ വിട്ടപ്പോൾ അവര് 12 എണ്ണം പോയി നോക്കി കണ്ടു വന്ന മുഴുവൻ ദേശം മോശ ഒറ്റ സെക്കൻഡ് കൊണ്ട്. ഞാനൊരു ദൂത് പറയാൻ പോവാ. എന്റെ ദൂതിനകത്ത് പട്ടാലും തിരിച്ചു വരുമെന്നുള്ള പറയാൻ പോവാ. പിസ്ക കൊടുമുടിക്കകത്ത് നോക്കിക്കണ്ടു മോശ, സത്യവാ. പക്ഷെ കാലം കുറച്ചു കഴിഞ്ഞപ്പോ അവൻ എവിടെ കാല് വെക്കാൻ ആഗ്രഹിച്ചോ അതേ മണ്ണിൽ മോശ കാലു വെച്ചോ. മറുരൂപ മലയുടെ മുകളിൽ യേശുവിന്റെ കൂടെ ഇറങ്ങി നിന്നത് മോശയായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അവിടെ പോയ കർത്താവിന്റെ വരവും ഒക്കെ പറയണം. എന്താ ഇവിടെ മോശ നിന്നിട്ട് മോശ പറയാ, കിണറെ എന്തോ ചെയ്യാ മോശ, നിനക്കെങ്ങനെ പിടികിട്ടി ഇവിടെ കിണറുണ്ടെന്ന്? മോശ പറയും, എന്നോടൊരാൾ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കുന്നു, മോനേടാ നീ നിൽക്കുന്നിടത്തൊരു കിണറുണ്ട്, നിന്റെ അപ്പൂപ്പന്മാർ വെട്ടിയതാ എന്ന് പറഞ്ഞ അബ്രഹാമും ഇസഹാക്കൂടെ വെട്ടിയതാ. ചില കള്ളന്മാര്, ചില ദുഷ്ടന്മാര് അസൂയ കയറിയിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ പോലും കല്ലിട്ട് മൂടിക്കളഞ്ഞ ചില അസൂയ കയറി ചിലവന്മാർ മൂടിക്കളഞ്ഞതാ. 2 തലമുറയിൽ അബ്രഹാം കുഴിച്ചു, ശത്രുക്കൾ അടച്ചു. വീണ്ടും ഇസഹാക്ക് വന്ന് തുറന്നു, വീണ്ടും ശത്രു അടച്ചു. പിന്നെ ഒരുത്തനും ചലിച്ചിട്ടില്ല. ഒരു പ്രവചനം പറഞ്ഞിട്ട് പോവാൻ മൂവിങ് ക്രൈസ്റ്റിനോട്, പിന്നെ ഒരുത്തനും ചലിച്ചിട്ടില്ല. പക്ഷെ 4ാം തലമുറയിൽ നിന്നെക്കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഇന്നലകളിൽ ആത്മലോകത്ത് തുറന്നിട്ട ചില ഉറവകൾ, പിടികിട്ടുന്നവർ അതിനെ റിസീവ് ചെയ്യണം. സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ കാലഘട്ടത്തിൽ തുറന്നിട്ട ആ ഡെഡ് ബോഡിയെ എഴുന്നേൽപ്പിക്കുന്ന ഉറവ. ഇത് ഞാൻ പ്രതീക്ഷയോടാ പറയുന്നത്. ഞാൻ ആത്മാവിൽ അത് കണ്ടോണ്ട് പറയുകയാ. സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ കാലഘട്ടത്തിൽ തുറന്നിട്ട ഉറവ. എത്ര പേര് മനസ്സിലാക്കുന്നു? ഓറൽ റോബർട്സിന്റെ കാലഘട്ടത്തിൽ തുറന്നിട്ട ഉറവ, കാതറി ഖുൽമാന്റെ കാലഘട്ടത്തിൽ തുറന്നിട്ട ഉറവ. ഇന്ന് പകലിൽ വീണ്ടും ചില ഉറവകളെ തുറക്കുന്ന ദൈവശക്തി. യെസ്, അത് റിസീവ് ചെയ്യുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ചില ഉറവകൾ വീണ്ടും തുറക്കുന്നു. എന്തോ ദൈവം എന്നോട് പറയുന്നു കേട്ടോ, ഇതൊരു ഉണർവിന്റെ മൂവ് ആയതുകൊണ്ട്. കാലങ്ങൾക്ക് പുറകിൽ ചിലർ കുഴിച്ചിട്ട ഉറവകളുണ്ട്. എത്ര പേരെന്റെ കൂടെ ഉണ്ട് ഇന്ന് പകല്? സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ കാലഘട്ടത്തിൽ തുറന്നിട്ടൊരു ഉറവയുണ്ട്. മരിച്ച ഡെഡ് ബോഡിയെ നോക്കി നിർത്തിയിട്ട് വരിക എന്ന് പറഞ്ഞാൽ മരിച്ചവൻ ജീവനിലേക്ക് വരുന്നൊരു ഉറവ. എവിടൊക്കെയോ പിശാച് മണ്ണിട്ടതിനെ മൂടിക്കളഞ്ഞു. ഞാൻ ഇന്ന് പകലിൽ പ്രവചിക്കുന്നു, ദാണ്ടേ വീണ്ടും അങ്ങനെയുള്ള ചില ഉറവകൾ ദൈവം വീണ്ടും തുറക്കാൻ പോവുകയാ. ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയോ? എങ്ങനെ വേണമെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവേ ഒന്ന് സ്തുതിച്ചട്ടെ, കരങ്ങൾ ഉയർത്തിയാട്ടെ. എന്റെ വാഗ്ദത്ത കാലമായതുകൊണ്ട് അടച്ചിട്ട സകല ഉറവകളും പൊങ്ങി വരാൻ പോകുകയാ. പറ ദൂതുമാകൊണ്ട് പറ. വാഗ്ദത്ത കാലമായതുകൊണ്ട് ഉറവകൾ പൊങ്ങി വരും. വാഗ്ദത്ത കാലമായതുകൊണ്ട് വെട്ടിയത് പൊട്ടിക്കിളർക്ക. വാഗ്ദത്ത കാലമായതുകൊണ്ട് ചുറ്റിയതിനെ കുടഞ്ഞു കളയോ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. ഇന്ന് പകലിൽ ആ പദം വായിന്ന് പോകരുത്. എന്റെ വാഗ്ദത്ത കാലം. എല്ലാരും പറ, എന്റെ വാഗ്ദത്ത കാലം, എന്റെ വാഗ്ദത്ത കാലം. ഇത് ആരോടുള്ള ദൈവത്തിന്റെ പ്രവചന ശബ്ദമാ.
എന്റെ വാഗ്ദത്ത കാലം. എനിക്കറിയില്ല, മീഡിയക്കകത്തൂടെ കാണുന്ന ഞാൻ ചിലരോട് പറയുന്നു, നിന്റെ വാഗ്ദത്ത കാലം, നിന്റെ വാഗ്ദത്ത കാലം. നിന്നെ കാണാൻ മനസ്സ് വെക്കാത്ത ചിലതിന് നിന്നെ കാണാൻ തോന്നുന്ന കാലം. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം, മക്കളുമാരിന്ന് കാണാത്ത അമ്മമാര് കാണും ഇതിനകത്ത്. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ കുഞ്ഞുനാളിൽ ഇട്ടിട്ട് പോയ ചരിത്രമുള്ളവര് കാണും. ഈ ദൂത് അടിവരയിട്ട് എഴുത്, എന്റെ വാഗ്ദത്ത കാലമാകയാൽ ഇന്ന് വരെ എന്നെ കാണാത്ത ചിലതെന്നെ കാണാൻ വരാൻ പോകുകയാ. ഇന്ന് പകല് ഞങ്ങൾ ചിലതിനെ ക്യാൻസൽ ചെയ്യും. ഇതിനകത്ത് ഒരിക്കലും കാണണ്ട എന്ന നിലവാരത്തിൽ ചിന്തകളിൽ കൂടെ തീരുമാനങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്ന ചിലതിനെ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ. വാഗ്ദത്ത കാലം കാണുന്ന കാലമാ. വാഗ്ദത്ത കാലം പൊട്ടിമുളയ്ക്കുന്ന കാലമാ. വാഗ്ദത്ത കാലം ചിലതിനെ കുടഞ്ഞു കളയുന്ന കാലമാ. വാഗ്ദത്ത കാലത്തിനകത്ത് എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എന്തോ ഈ ഈ മൂവ്മെന്റിനെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ഇത് വാഗ്ദത്ത കാലമാണ്, ഇത് വാഗ്ദത്ത കാലമാണ്. എല്ലാരും പറ, വാഗ്ദത്ത കാലം. എന്റെ വാഗ്ദത്ത കാലം. എന്നോട് ദൈവം പറഞ്ഞ മുഴുവൻ വാഗ്ദത്തങ്ങൾ പുറത്തു വരുന്ന കാലം. എന്റെ തലമുറ കേട്ട വാഗ്ദത്തങ്ങൾ പുറത്തു വരുന്ന കാലം. ഞാൻ ഇന്നലെ വരെ കേട്ട പ്രവചന ശബ്ദങ്ങൾ എന്റെ വീടിനകത്ത് പൊട്ടി മുളയ്ക്കുന്ന കാലം. എല്ലാ അന്യഭാഷ പ്രാപിച്ചവരെല്ലാം കരങ്ങൾ ഉയർത്തി അന്യഭാഷകളിൽ ഇന്ന് പകലിൽ ഇവിടെ വെളിപ്പെടുന്ന അഭിഷേകത്തിനകത്ത് നിന്നുകൊണ്ട് എല്ലാ കണ്ണുകളും അടച്ച കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ഇതെന്റെ വാഗ്ദത്ത കാലമാകയാൽ പിശാചേ നീ വെട്ടിയതെല്ലാം പൊട്ടിക്കിളിർക്കും. എന്റെ തലമുറയെ വെട്ടിയെങ്കിൽ അത് പൊട്ടിക്കിളിർക്കും. എന്റെ കുടുംബ ജീവിതത്തെ വെട്ടിയെങ്കിൽ അത് പൊട്ടിക്കിളിർക്കും. ഞാനൊരു ദൂത് പറയാം. വെട്ടിയത് ചിലപ്പോ ഒരു കൊമ്പായിരിക്കും, പക്ഷെ പൊട്ടിക്കിളിർക്കാൻ പോകുന്നത് ചുറ്റുവാ. ഒരു കൊമ്പ് വെട്ടിയാൽ 10 കൊമ്പ് പൊട്ടിക്കിളിർക്കുന്നേ. ഇന്ന് പകൽ ആ ദൂത് ഇതിനകത്ത് ചലിക്കുകയാ. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. യേശുവേ, എല്ലാ കരങ്ങളും ഉയർത്തി എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. സൃഷ്ടിപ്പുകൾ നടക്കുന്നു, സൃഷ്ടിപ്പുകൾ നടക്കുന്നു, സൃഷ്ടിപ്പുകൾ നടക്കുന്നു. എനിക്കറിയാം, അസാധാരണ ദൈവത്തിന്റെ ഗ്ലോറി ഇതിനകത്തുണ്ട്, അസാധാരണ ദൈവത്തിന്റെ ശക്തി ഇതിനകത്തുണ്ട്. നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവ മഹത്വത്തിനകത്തേക്ക് ദൈവം നിന്നെ വിടുകയാ. യെസ്, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേ. ഈ പകൽ പൊട്ടിക്കിളിർപ്പിന്റെ പകലാ. ഈ പകൽ പട്ടുപോയെന്നും കെട്ടുപോയെന്നും ചിന്തിച്ചതല്ല, തിരിച്ചുപിടിക്കുന്ന പകലാ, തിരിച്ചുപിടിക്കുന്ന പകലാ. ആത്മാവെന്നെ കാണിക്കുന്നു, തിരിച്ചുപിടിക്കുന്ന പകലാ. എല്ലാം തിരിച്ചുപിടിക്കുന്ന പകലാ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ദൈവമക്കളെ പ്രാർത്ഥിച്ചോ. കുടഞ്ഞുകള, കുടഞ്ഞുകള. ഇന്ന് പകലിൽ നിനക്കറിയാം, നിന്നെ മുന്നോട്ട് വിടാതെ ചുറ്റിയ ചിലതുണ്ടെന്ന് അറിയാം. ഇന്ന് പകലിൽ ആത്മാവിൽ അതിനെ കുടഞ്ഞുകള, കുടഞ്ഞുകള.
ചിലത് കാണും, ചിലത് കാണും, ചിലത് കാണും. നീ ചിലത് കാണും, നീ ചിലത് കാണും. താങ്ക് യു ജീസസ്. എല്ലാവരും അന്യഭാഷകളിൽ ആ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ ഹോസാന. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹോസാന. ഹല്ലേലൂയ